നമുക്ക് നേരിടുന്ന കഷ്ടതകൾ എന്തുകൊണ്ട് എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. वो संकट जो हम सामना करते हैं, जो हमारे लिए चुनौती है, क्यों हम इसका सामना करता है, इसको प्रार्थना में हमें निरीक्षण करना है. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ नया नियम में और पुराने नियम में पूरा हम देखें तो हमारा जो है परमेश्वर के लोग जो है अलग अलग विभिन्न प्रकार के कष्ट अनुभव से गुजरे हैं, इस बात को हम देख सकते हैं. ഈ കഷ്ടതയെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. और इस कष्ट के बारे में कुछ बातों को मैं आज रात काल याद दिलाना चाहूंगा. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ നാം ഈ പഠിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ പഴുതുകളും അടച്ച് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ആരോഗ്യപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. प्रार्थना पूर्वक सभी लोग बैठे. कल जैसे मैंने याद दिलाया था, हम लोग जो विषय अब सीख रहे हैं वो हमारी प्रार्थना में जो भी घटी है, कमी है, उन सबको बंद करते हुए और उसका जो है हाल ढूंढते हुए अच्छे स्वस्थ प्रार्थना करने के विषय में हम लोग चर्चा कर रहे हैं. യേശു കർത്താവ് ഇങ്ങനെ പറയുണ്ടായല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. यीशु मसीह ने ऐसा कहा कि संसार में तुम लोगों को कष्ट होगा, लेकिन हिम्मत मत हारो, क्योंकि मैं संसार के ऊपर जय पाया हूँ. നമ്മുടെ വേർപാടും വിശുദ്ധിയും നാം വളരെ വില കൊടുത്ത് കാത്തു സൂക്ഷിക്കുമ്പോൾ അതിൻ്റെതായ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. हमारी अलगावट और पवित्रताई को जब हम सुरक्षित रखेंगे, उसके माध्यम से कई कष्ट अनुभव को हमें सामना करना पड़ेगा. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകും. प्रेरितों का काम 14 उसका 22 में हम ऐसा देखते हैं, प्रेरित पौलुस कहता है अलग अलग कष्टों के द्वारा हमको स्वर्ग राज्य में प्रवेश करना है. 2 തീമോഥെയോസ് 3:12 നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലോകത്തിൽ അതേ കഷ്ടങ്ങളുണ്ടെന്ന് അവിടെ പറയുന്നു. दूसरा तिमुथियुस 2:12 में हम ऐसा पढ़ते हैं, जो भी परमेश्वर में एक विश्वास योग्य भक्त बनकर जीना चाहता है, उन तमाम लोगों के साथ जो है कष्ट का अनुभव का सामना करना पड़ेगा. എന്നാൽ ഈ കഷ്ടങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യവുമില്ല. കർത്താവ് വിശ്വസൻ. ദൈവത്തിന്റെ വചനത്തില് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതെ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത കഷ്ടതകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഒരുക്കുന്നവനായ ദൈവമാണെന്ന് അവിടെ പറയുന്നുണ്ട്. हम लोग देखते हैं कि ऐसा जब संकटों के बारे में बात करेंगे तो हमें किसी भी कार्य से हिम्मत हारने का या डरने की जरूरत नहीं है, क्योंकि पहली कुरिन्ती 10वां अध्याय उसका 11 और 12 में हम देखते हैं, परंतु ये सब जो पीड़ा है उसमें से परमेश्वर हमें जो है सहने से ऊपर कुछ नहीं देता, लेकिन इस परीक्षा के साथ वो हमें निकास भी देता है. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. पहला पत्रोस उसका 4 जो है उसके 12 में ऐसा लिखा है, हे प्रियो, जो दुख रूपी अग्नि तुम्हारे परखने के लिए तुम्हें भड़की है, इससे यह समझकर अचंबा न करो कि कोई अनोखी बात तुम पर बीत रही है. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്ന് അതിന്റെ 13-ാം വാക്യം പറയും. और आगे 13वें आयत में लिखा है, पर जैसे जैसे मसीह के दुखों में सहभागी होते हो, आनंदित करो, जिससे उसकी महिमा के प्रकट होते समय भी तुम आनंदित और मगन हो. ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. നമ്മുടെ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ നമ്മുടെ വിളി ഉന്നതമാണ്. നിത്യജീവൻ പ്രാപിച്ച് നിത്യതയിൽ കർത്താവിന്റെ അതേ തേജസ്സുള്ളവരായി നിത്യ കൂട്ടായ്മയിൽ നിത്യയുഗം വസിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് ഇന്നലെ നമ്മൾ ആ വിളിയോടുള്ള ബന്ധമുള്ള വിഷയം പഠിച്ച കൂട്ടത്തിൽ ഓർക്കുകയുണ്ടായി. अनंत महिमा को पाकर, वो तेजस्करण को पाकर, हमको बदलकर अनंतता के लिए हमेशा हमेशा उस परमेश्वर के साथ रहने के लिए, उस अनंत जीवन के लिए हमें बुलाया गया है. ऐसा हमने कल हमारी बुलावट के बारे में विषय को चर्चा किया. അതിലെ സ്റ്റാറ്റസിൽ നമ്മൾ എത്തിച്ചേരുവാനായിട്ട് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ലിവിങ് സ്റ്റാറ്റസ് ഉണ്ട്, ഒരു ജീവിതത്തിന്റെ നിലവാരമുണ്ട്. ആ ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുവാനാണ് ഈ കഷ്ടതകൾ മുഴുവനും നമ്മളെ സഹായിക്കുന്നത്.
और उस स्वर्ग की स्टेटस या उस ओहदे तक पहुंचने के लिए, ये संसार में हमें उसी स्टेटस में पहुंचाने के लिए हमें अलग अलग प्रकार के कष्ट और विभिन्न दुख के द्वारा प्रभु हमें ले चलता है। ഇനി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ച് പഠിക്കുന്നത് നമുക്ക് നല്ലതാണ്. अब हमारे जीवन में जो दुख का अनुभव होता है, इसको दो विभाज कर पढ़ना अच्छा होगा. ആമേൻ. ആമേൻ. ആ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ. दो विभाग के बारे में ऐसा कहना चाहूंगा. पहला वो भाग के कष्ट अनुभव जो परमेश्वर के इच्छा के निमित्त हमारे जीवन में आता है. രണ്ട്, തിരുഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ. दूसरा, जो परमेश्वर की इच्छा के विरोध में हमारे जीवन में कष्ट आता है. ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വിശുദ്ധി ജീവിച്ചാലും ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കഷ്ടങ്ങളാണ്. कुछ कष्ट के अनुभव या दुख हमारे जीवन में प्रभु ने अनुमति दे रखा है. उसके लिए कितना भी हम क्यों न बात करें, कितना भी प्रार्थना क्यों न करें, फिर भी वो कष्ट हमारे साथ होगा. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കേൾക്കാൻ അത്ര ഒരു സുഖകരമായി തോന്നിക്കത്തില്ല. പക്ഷേ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഒരു വലിയ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷയങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പതറാതെ നിൽക്കുവാനിടയായി. आज के मगन करने का विषय सुनने के लिए हो सकता है इतना अच्छा ना लगे, लेकिन इसका प्रकाशन अगर हमारे हृदय में मिल जाए तो चुनौतियों का सामना जब हम करेंगे तो हम कभी भी हिलेंगे या डगमगाएंगे नहीं. ആമേൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ രണ്ട് എഡിങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ. രണ്ട്, തിരുഹിതമല്ലാതെ കടന്നു വരുന്ന കഷ്ടങ്ങൾ. तो दो विभाग या दो शीर्षक हमने पढ़ा. एक जो है परमेश्वर के हित के अनुसार हमारे जीवन में जो दुख आता है, और दूसरा उस हित के विरोध में जो दुख हमारे जीवन में होता है. ഇതിലേത് വിഭാഗത്തിൽപ്പെട്ട കഷ്ടം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ദൈവസന്നിധിയിൽ കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. अब किसी भी विभाग का दुख हमारे जीवन में क्यों ना आए, लेकिन हमें जो करना है परमेश्वर की उपस्थिति में उस दुख के लिए प्रार्थना करना है. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട കഷ്ടമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ ആ കഷ്ടതയെ നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കണം. तो प्रार्थना करते समय जो भी दुख का हम अनुभव कर रहे हैं या जिस दुख में हम हैं, उसका अनुभव कौन सा है वो समझने के लिए, उसका निरीक्षण करने के लिए प्रार्थना के द्वारा संभव है. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ആണ് ഇതിന് നമുക്ക് യഥാർത്ഥമായ ആൻസർ കിട്ടുന്നത്. तो वचन के द्वारा हमें इसका उत्तर मिलता है. ആമേൻ. അതെ, ആ ഏതൊരു കാര്യത്തിൽ നമുക്ക് ഉത്തരം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. कोई भी विषय में हमें उत्तर या जवाब जो मिलता है वो प्रभु का वचन हमें देता है. ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവഹിതപ്രകാരമുള്ള കഷ്ടമുണ്ട്, ആമേൻ, തിരുഹിതത്തിന് വിരോധമായി വരുന്ന കഷ്ടങ്ങളുണ്ട്. जैसे मैंने याद दिलाया, परमेश्वर की इच्छा से आने वाले कष्ट है, परमेश्वर की इच्छा के विरोध में आने वाले कष्ट है. ഈ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ്. तो पहले हम जो मगन करेंगे परमेश्वर की इच्छा के अनुसार जो हमारे जीवन में कष्ट आता है उस विषय में. വളരെ പ്രാർത്ഥിച്ചും ശ്രദ്ധയോടെയും ദൈവമക്കളായിരിക്കുന്നു ഞാൻ കരുതട്ടെ. बहुत ही प्रार्थना से और ध्यानपूर्वक परमेश्वर के लोग हैं, ऐसा आशा करता हूँ. ആമേൻ. അതെ, ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളുടെ ചില ഹെഡിങ്ങുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर की इच्छा के अनुसार, मर्जी के अनुसार जो कष्ट है उसका शीर्षक बताना चाहूंगा. ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയ്ക്ക് ഒരു ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിലെ ജോസഫ്. परमेश्वर के इच्छा के अनुसार जो कष्ट हमारे जीवन में आता है उसका एक बहुत अच्छा नमूना है पुराना नियम में यूसुफ. യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കെല്ലാം ബൈഹാത്തായിരിക്കും. അതെ, വിവിധങ്ങളായ കഷ്ടങ്ങളിലൂടെ ദേവദാസൻ കടന്നു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. यूसुफ के जीवन के बारे में हम सभी लोग सुपरिचित है. यूसुफ के जो बारे में उत्पत्ति में लिखा है वो हमने कई मर्तबा पढ़ा होगा, और अलग अलग कष्टों के द्वारा प्रभु के दास को प्रभु ने ले चला, उस बारे में हम वहां पढ़ते हैं. അറിഞ്ഞിടത്തോളം യാതൊരുവിധമായ തെറ്റും കുറ്റവും ഇല്ലാതെ ദൈവിക കൂട്ടായ്മയിൽ വസിച്ച ഒരു ഭക്തനായിരുന്നു യോസഫ്. जितना मालूमात है उससे ये पता चलता है बिना किसी कमी या गलती के निर्दोष होकर परमेश्वर की संगति में सदैव चलने वाला एक प्रभु का दास था यूसुफ. എന്നാൽ ദൈവം തന്നെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിച്ച ആ സിംഹാസനത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് എത്താനുള്ള എല്ലാ യോഗ്യത ഉള്ളവനായിട്ട് തന്റെ ജീവിതത്തെ തിരിച്ചെടുത്തത് പോയ കഷ്ടങ്ങളിലൂടെ.
लेकिन परमेश्वर उसके जहां पहुंचाना चाहता था, उस ओहदे तक, उस पदवी तक पहुंचाने के लिए, उसका योग्य बनाने के लिए, उसके पहले उसे अलग अलग कष्टों के द्वारा ले चला ताकि उसे उसका योग्य बनाया जाए। 105 സങ്കീർത്തനത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. भजन संहिता 105 उसका 17 से लेके उसके बारे में उल्लेख किया गया है। അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. वहां पर ऐसा लिखा है, उसने यूसुफ नाम एक पुरुष को उनसे पहला भेजा था, जो दास होने के लिए भेजा गया था। യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവനെ ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. लोगों ने उसके पैरों में भेड़िया डालकर उसे दुख दिया और लोहे की सांकलों में जकड़ा गया जब तक कि उसकी बात पूरी न हुई और यहोवा का वचन उसे कसौटी पर कसता रहा। രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. तब राजा ने दूध बेचकर उसको निकलवाया। രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. तब राजा दूध बेचकर उसे निकलवा लिया और देश देश के लोगों के स्वामी ने उसके बंधन खुलवाए। അതിനുശേഷം പറയുകയാണ്, അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വ സമ്പത്തിനും അധിപതിയായും നിയമിച്ചു. और उसके बाद हम देखते हैं, यह लिखा है, उसने अपने भवन का प्रधान उसको बना दिया, अपने संपत्ति का अधिकार उसे ठहराया, वह उसके हकीमों को अपनी इच्छा के अनुसार कैद करे और पुरानियों को ज्ञान सिखाए, ऐसा ओहदे पर ले आया। അപ്പോൾ ജോസഫിനെ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിച്ച ആ സിംഹാസനത്തിൽ തന്നെ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വായിക്കുന്ന പ്രകാരം അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വന്നു, അല്ലെങ്കിൽ അവനെ ശോധന ചെയ്ത് ആ കാര്യത്തിന് യോഗ്യനെന്ന് അവിടെ തെളിയിച്ചതായിട്ട് കാണുന്നു. तो यहाँ पर हम पढ़ते हैं, यूसुफ को जिस सिंहासन पर बिठाना था, जिस पदवी पर ले आना था, उस स्थिति में ले आने के लिए कई कष्टों के द्वारा यूसुफ को ले गया। वही हम वहां पढ़ते हैं, अलग अलग कसौटियों के द्वारा यूसुफ को ले गया ताकि उसको परखा जाए कि वो उस पदवी के योग्य है। ആ ശോധനയിലൂടെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് സിംഹാസനത്തിലേക്ക് താൻ പ്രവേശിക്കുവാനിടയായത്. और उस कसौटी में वो सफल होने के बाद उसे वो सिंहासन मिला। ഇതുപോലെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തെ, ആ നിത്യതയിൽ കർത്താവിനോടൊപ്പം നിത്യാനിത്യായി നിങ്ങൾ വസിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അതിനുള്ള അർഹതയും യോഗ്യതയും ഉള്ളവരെന്ന് നമ്മുടെ ഈ ലൗകിക ലോകത്തിലെ ജീവിതത്തിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. बिल्कुल इसी तरह हम लोगों को जो बुलाया गया है उस अनंत परमेश्वर के साथ युगानुयुग वास करने के लिए, जो बुलावट हमारा है, हम उसके योग्य है, इसके परखे जाने के लिए ये संसार में जब हम जीते हैं, ऐसे कसौटी, ऐसे कष्ट और दुख अनुभव हमारे जीवन में आता है ताकि इसके द्वारा हम परखे जाए और हमारी योग्यता। വളരെ പ്രാർത്ഥിക്കുക, ഒരു ദൈവഹിതം, വളരെ പോരാട്ടമുള്ള ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. बहुत ही प्रार्थना करें, शैतान का विरोध ऐसा काम बात हम कर रहे हैं तो बहुत ही लड़ाई है, प्रार्थना करके सब लोग रहे। അപ്പോൾ അവൻ യോസഫ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. യൂസുഫ് जो है हमारे यीशु मसीह का एक छाया है। യോസഫിന്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴൽ എന്നതുപോലെ യേശു ക്രിസ്തുവിൽ നമുക്കൊരു ഒരു മാതൃക പഠിക്കുവാൻ തക്കവണ്ണമാണ്. यूसुफ का जीवन जैसे यीशु मसीह का जीवन का एक छाया है, बिल्कुल वैसे ही यीशु मसीह के जीवन से भी सीखने के लिए बहुत कुछ है। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതെ ഈ ലൗകിക ലോകത്തിലെ തന്റെ ജീവിതത്തിലൂടെയാണ് നിത്യതയിൽ ചില കാര്യങ്ങൾക്ക് യോഗ്യനെന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. हमारा यीशु मसीह भी अपनी संसार की इस जीवन के द्वारा अनंतता के लिए योग्य है, ऐसे बातों को साबित किया। ഉദാഹരണത്തിന് വെളിപ്പാട് ദിവസം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആമേൻ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനുമായിട്ട് അതെ ആരെയും കാണായികയാൽ യോഹന്നാൻ അവിടെ കരഞ്ഞു എന്ന് നമ്മൾ വിഭാഗം വായിക്കുന്നു. और उसकी उदाहरण समझने के लिए प्रकाशित वाक्य 5 में हम ये पढ़ते हैं, यूहन्ना इसके लिए रोया क्योंकि उस किताब को खोलने के लिए कोई भी योग्य नहीं पाया गया। അപ്പോൾ ഒരു ദൂതൻ താൻ ആ പുസ്തകം പൊട്ടിപ്പാനും അതിനെ പുസ്തകം തുറക്കുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിട്ട് ആരെയും കാണായികയാൽ യോഹന്നാൻ ഇങ്ങനെ ഉറക്കെ കരയുമ്പോൾ ഒരു ദൂതൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നവൻ അതിനെ യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന് പറയും.
और या वहां पर हम ऐसा देखते हैं, उस पुस्तक को खोलने के लिए और उसकी मोहर को तोड़ने के लिए जब कोई योग्य नहीं ऐसा देखा, तो वहां पर यूहन्ना फूट फूट कर रोने लगा। तब स्वर्गदूत उसके पास आकर कहता है कि तुम्हें डरने की बात नहीं है, क्योंकि यहूदा गोत्र का वह सिंह जो दाऊद का मूल है, उस पुस्तक को खोलने और उसकी सातों मुहर तोड़ने के लिए जयवंत हुआ है। അവൻ ആ സിംഹത്തെ കാണുവാനായിട്ട് ഈ വാക്ക് കേട്ടിട്ട് യോഹന്നാൻ വളരെ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതായിട്ടാണ് താൻ കാണുന്നത്. और उस सिंह को देखने के लिए जब यूहन्ना सिर उठाकर देखता है, तो एक काटा हुआ मेमना को वो देखता है। സാക്ഷാൽ സിംഹമായിരുന്നവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യതയുള്ളവനാക്കി തന്നെ തീർന്നത്. तो जो वास्तव में एक सिंह था, वो एक मेमने की तरह वध होने के लिए क्योंकि अपने आप को सौंप दिया, ये उसकी योग्यता थी इस पुस्तक और उस मुहर को खोलने में। ആമേൻ. തുടർന്നുള്ള ഭാഗങ്ങളിൽ പലയിടത്തും കർത്താവിനെ ദൂതന്മാരും ദൂതന്മാരും മൂപ്പന്മാരും ഇതര സ്വർഗവാസികളും ആരാധിക്കുന്ന പല ഭാഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം അവർ ആരാധനാ സമയത്ത് വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. और आगे कई जगहों पर जब हम देखते हैं, स्वर्गदूत, प्राचीनों, पुरानियों और स्वर्ग के अन्य तमाम लोग जब यीशु मसीह की आराधना करते हैं, उन तमाम जगहों पर एक बात लिखा गया है, वहां पर ये कहते हैं कि मेमना तू जो है योग्य है, योग्य है, योग्य है। ആമേൻ. പലപ്പോഴും ആ വേദഭാഗം അനേകരും അതേ കർത്താവ് യോഗ്യനെന്ന് വായിച്ചു വിടുന്നതിനപ്പുറത്ത് പല കാര്യങ്ങളും ആഴത്തിൽ പഠിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. कई मर्तबा बहुत से लोग इन वायतों को ऐसे ही पढ़कर निकल जाते हैं कि यीशु मसीह योग्य है, लेकिन उसको जैसा समझना है उस गहराई में उसको समझते नहीं है। നമുക്കൊരു ചോദ്യം ചോദിക്കാം, കർത്താവെ അവിടുന്ന് യോഗ്യനായി തീർന്നത് എപ്പോഴാണെന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. हम एक सवाल करेंगे, यीशु मसीह आप कब ऐसा योग्य बने? അതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കന്യകയിൽ ജാതനായി തീർന്ന് ബേത്ലഹേമിൽ ജനിച്ച സമയം മുതൽ ക്രൂശിലെ മരണം വരെയും തന്നെ കുറിച്ചുള്ള പിതാവിന്റെ ഹിതം അതിൻ്റെതായ നിലയിൽ ഏതെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയിട്ടും അതിന് യാതൊരു വിധമായ ഡീവിയേഷനും വെക്കാതെ ആ കഷ്ടതയെ ദൈവഹിതപ്രകാരം അഭിമുഖീകരിച്ച് അതിജീവിച്ച് അതേ ആ യോഗ്യത താൻ തെളിയിച്ചു നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം. और हम ऐसा सुन पाएंगे, जब उसने मरियम के गोद में जन्म लिया, उस समय से लेकर उस सलीब में जब तक मृत्यु हुआ फिर जयवंत हुआ, उस समय तक जितना भी कष्ट का सामना करना पड़ा, जितनी भी कसौटी, जितनी भी परीक्षा उसके जीवन में आया, उन तमाम कष्टों का सामना किया। बल्कि इतना ही नहीं, उसमें से किसी में भी वो मुकरा नहीं, किसी से भी भटका नहीं, लेकिन परमेश्वर के हित के अनुसार आया हुआ तमाम जो बातें हैं, वो तमाम बातों को उसने अपने जीवन में सह लिया और इस तरह से उसने उस योग्यता को पाया। ഒരു വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്റെ ജീവിതത്തിലൂടെയാണ് നിത്യതയിലെ പല കാര്യങ്ങൾക്കും താൻ യോഗ്യനായി തീർന്നത്. एक वाक्य में संक्षेप में अगर इसको कहे तो संसार में अपने जीवन के माध्यम से अनंतता में कई बातों का योग्य यीशु मसीह बना। സമാനമായി ഇതുപോലെയാണ് തന്റെ കാന്തയായ മണവാട്ടി സഭയുടെ അംഗങ്ങളായിരിക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. और समांतर में इसी तरह अपनी दुल्हन जो कलीसिया है वो भी तैयार हो, ऐसा यीशु मसीह अपेक्षा करता है। നമ്മുടെ ഈ ലൗകിക ലോകത്തിലെ ജീവിതത്തിൽ കൂടെയാണ്, അതിന്റെ പെരുമാറ്റങ്ങളിലൂടെയാണ് നാം നിത്യതയിൽ ഏത് സ്ഥാനത്താണ് നിയമിക്കപ്പെടേണ്ടതെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. हमारे इस संसार के जीवन और जैसे हम कष्टों पर जयवंत होते हैं, उसी के अनुसार स्वर्ग में कहा हमारी नियुक्ति और नियोग किया जाएगा, वो निर्भर है। നിത്യത തീരുമാനിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. तो हमारी अनंतता इस पर निर्भर है, हम इस संसार में कैसे जीवन बिताते हैं। ആമേൻ. അത് കർത്താവിനോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതേ കർത്താവിന്റെ കാന്തയായി തീരാനുള്ള സകല യോഗ്യതയും ഉള്ളവരെന്ന് ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. और जो यीशु मसीह के साथ उसका दुल्हन बनकर जीना चाहते हैं, वो ये संसार में जीकर साबित करना है कि वो उस परमेश्वर और उस दुल्हन के योग्य है, उसकी कलीसिया। മാനുഷികമായിട്ട് വ്യക്തിപരമായി നമുക്ക് തന്നെ ഈ യോഗ്യത പ്രാപിക്കുവാൻ കഴിയത്തില്ല. അവിടെയാണ് നിരീക്ഷണ പ്രാർത്ഥനയുടെ ആവശ്യം നേരിടുന്നത് ഈ വിഷയത്തിൽ. इंसानी तौर पर हम अपने आप से ये योग्यता प्राप्त नहीं कर सकते और ऐसे जगह पर निरीक्षण का प्रार्थना हमारे लिए जरूरी है। നമ്മളെ ദൈവം വിവിധ അനുഭവങ്ങളിലൂടെ കടത്തിവിടും.
अलग अलग अनुभवों से परमेश्वर हमें ले जाएगा। ആ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് നാം ഇഷ്ടപ്പെടുന്ന ചില അനുഭവങ്ങളായിരിക്കണമെന്നില്ല. और ये अनुभव कई मर्तबा हमें अच्छा लगे ऐसा नहीं होगा। പലപ്പോഴും പല കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. कई बार बहुत से दुख परिस्थिति में हमको गुजरना पड़ेगा। ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഓർപ്പിച്ചതുപോലെ ഇത് ഏത് കാര്യനിമിത്തമുള്ള കഷ്ടതയാണ്, ഞാൻ ഇപ്പോൾ ഇതിന്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്നുള്ളത് അവിടെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അവിടെ ദൈവം പറയുന്ന കാര്യങ്ങൾ തിരുവചന പ്രകാരം നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ദൈവം നല്ല കൃപ തന്ന് നമ്മളെ സഹായിക്കുന്നത്. और जब किसी भी कष्ट के द्वारा हम जाएंगे, जैसे पहले बताया था, प्रार्थना के द्वारा हमें उसका निरीक्षण करना है कि वो कष्ट मेरे जीवन में क्यों आया और उस कष्ट का उद्देश्य क्या है। वो प्रार्थना के और वचन के जरिए उसको जब हम सीख पाएंगे, वहां पर वो जो है उस कसौटी पर हम जीत पाएंगे। ആമേൻ. യോസഫിനെ പോലെ യാതൊരു വിധമായ അതേ പാപത്തിൽ ചെന്ന് വിടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ചില പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരും. ഞാൻ വിവരിച്ചുകൊള്ളാം. यूसुफ के तरह अगर हो सकता है हमारे जीवन को चौकन्ना होकर सावधानी से पाप से अलग रखकर भी हम जीते हो, तो ऐसे कई मर्तबा हम उसमें फंसे जाने जैसे विषयों में हम सामना कर सकते हैं। അതിലേറെ നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഓർക്കാൻ കഴിയും. और उससे बढ़कर इब्रानियों की पत्री 5 के 8 में ऐसा लिखा है, हम देख सकते हैं। ദൈവമക്കൾക്ക് പലർക്കും വളരെ വൈകാണ്ടായിരിക്കുന്ന ഒരു വാക്യമായിരിക്കും ഞാൻ കരുതുകയാണ്. कई मसीह लोगों को ये हृदय से ये वचन ऐसा मैं विश्वास करता हूँ। അവിടെ ഇങ്ങനെ കാണുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നവിടെ പറയുന്നു. और उस 8वें आयत में ऐसा लिखा है, और पुत्र होने पर भी उसने दुख उठाकर आज्ञा माननी सीखी। പിതാവായ ദൈവത്തിന്റെ നേരെ പുത്രനായിരുന്നവനായിട്ട് പോലും അതെ താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെയാണ് അനുസരണം പഠിച്ച് തികഞ്ഞവനായത്. पिता परमेश्वर का सीधे तरह से पुत्र होने के बावजूद भी यहाँ पर यह लिखा है, वो पुत्र कष्ट सहते हुए आज्ञा मानना सीखा। അവിടെ ഒരു കാര്യം തെറ്റിദ്ധരിക്കാൻ വളരെ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് കഷ്ടം വന്നത് കൊണ്ടാണോ അനുസരണം പഠിച്ചു തികഞ്ഞവനായതെന്ന്. वहां पर एक गलतफहमी आ सकता है, क्या हमारा यीशु मसीह यह कष्ट सहने के कारण से आज्ञाकारी और सिद्ध बना? ഒരിക്കലും കർത്താവിന് ഒരു കഷ്ടം വന്ന് ആ കഷ്ടത്തിലൂടെ നമ്മളെ പോലെ അനുസരണം പഠിച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല. वहां पर उसका मतलब ये नहीं कि हमारा यीशु मसीह हमारे तरह कष्ट के द्वारा आज्ञा को मानना सीखा, ऐसा नहीं है। താൻ അനുഭവിച്ച ഓരോ കഷ്ടതയിലും പാപം ചെയ്യാതെ താന് യോഗ്യനെന്ന് അവിടെ പ്രൂവ് ചെയ്യുകയായിരുന്നു. हमने अनुभव किया हुआ तमाम कष्ट जो है वो उसमें वो साबित कर रहा था कि उसके द्वारा ऐसा किया जा सकता है। ഒരു ദൃഷ്ടാന്തം എങ്ങനെയാ പറയേണ്ടത്? നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടി പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിക്കുന്നു, പഠിക്കാത്ത കുട്ടി കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്നു. एक अच्छा दृष्टांत उसके बारे में ये दे सकते हैं, एक छात्र जो अच्छे से पढ़ाई करता है वो 100% अंक लाता है, और जिसने उतना अच्छा पढ़ाई न किया हो वो कम अंक लाता है। ഇതുപോലെയാണ് കഷ്ടങ്ങളിൽ നമ്മളും കർത്താവും തമ്മിലുള്ള വ്യത്യാസം. और ऐसा ही कष्ट में और हमारे बीच में परमेश्वर के बीच में अंतर है। നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നമ്മുടെ ബലഹീനതകൾ തെളിഞ്ഞു വന്നിട്ട് നാം ഇന്നത്തേതിൽ പലപ്പോഴും അനുസരണം പഠിച്ചു തികയുമ്പോൾ കർത്താവ് ആ കാര്യത്തിൽ അതേ പ്രാഗൽഭ്യമുള്ളവനെന്ന് താൻ അത് അവിടെ യോഗ്യനെന്ന് തെളിയിച്ചെടുക്കുന്നു. वहां पर कई बार हम जब वो कष्ट आता है, उस कष्ट के द्वारा गुजरने के बाद हम लोग आज्ञा मानना सीखता है। उसी जगह पे यीशु मसीह जो है वो कष्ट में जो है वो पहले से योग्य है, इस बात को साबित कर रहा है। എന്തായാലും അതേ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കഷ്ടങ്ങളിലൂടെയാണ് കർത്താവ് യോഗ്യനെന്ന് തെളിയിക്കപ്പെട്ടത്. कष्ट के द्वारा यीशु मसीह योग्य है, यह साबित किया गया। നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതികൂലങ്ങളിലൂടെയാണ് നമ്മൾ എത്രമാത്രം യോഗ്യരെന്നുള്ളത് നമ്മുടെ കപ്പാസിറ്റി തെളിയിക്കപ്പെടുന്നത്. लेकिन प्रतिकूल परिस्थिति में हम जो है हमारी क्षमता कितनी है वो उसी में साबित होता है। ഇനി ഞാൻ ആ വിഷയത്തിനകത്തേക്ക് കടന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. अब उस विषय की कुछ बातों को मैं याद दिलाना चाहूंगा। കർത്താവിന്റെ ഏത് മക്കൾക്കും, പുതിയ നിയമ ഉപദേശപ്രകാരം ജീവിക്കുന്ന ഏത് മക്കൾക്കും തിരിഹിത പ്രകാരമുള്ള ചില കഷ്ടതകളുണ്ട്. അത് നമ്മുടെ യോഗ്യത തെളിയിക്കുന്നതോട് ബന്ധപ്പെട്ടാണ്.
परमेश्वर के जो कितने भी लोग हैं, तमाम जो भक्त लोग हैं, वो परमेश्वर की इच्छा के अनुसार कष्ट हमारे लिए, दुख हमारे लिए होगा, वो हमें साबित करने के लिए है। കഴിഞ്ഞ ഏതോ ഒരു സെക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു 1 പത്രോസ് 1:7 അതിൽ നമ്മുടെ കഷ്ടതയുടെ ഒരു കാരണം അവിടെ പറയുന്നുണ്ട്. पिछले किसी सेशन में പ്രകാരമുള്ള കഷ്ടതയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുഹിതത്തിന് വിരോധമായിട്ടുള്ള കഷ്ടം എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. तो पहले किसी सेशन में मैंने याद दिलाया था, पहले पत्रोस 1:7 में वो बात को लिखा है जो हमारा कष्ट अनुभव के बारे में। अभी हम जो सीख रहे हैं परमेश्वर की इच्छा के अनुसार जो कष्ट है, बाद में उस इच्छा के विरोध में जो कष्ट आता है उस बारे में सीखेंगे। അവിടെ 1:7 പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് അവിടെ പറയുന്നു. और 1:7 में ऐसा लिखा है, और यह इसलिए कि तुम्हारे विश्वास का परखा जाना है। അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. 7वें आयत में ऐसा लिखा है, और यह इसलिए है कि तुम्हारा परखा हुआ विश्वास जो आग में तय हुए नाशमान सोने से भी कहीं अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे। ആമീൻ. അതെ, നാം വിശ്വസിച്ച തീരുമാനവും പ്രതിഷ്ഠയും എടുത്ത് നിൽക്കുന്ന വിഷയത്തിൽ എത്രമാത്രം നിലനിൽക്കുന്നുവെന്ന് ആ വിഷയത്തിൽ ദൈവം നമ്മെ പരിശോധിക്കും. हमने जिस विषय का निर्णय लिया है और जिसमें ठान लिया है और जिसको सुरक्षित रखते हैं, उस विषय में कितना गहरापन है, कितनी ताई है, उसको परखने के लिए यीशु मसीह जो है ऐसे कष्ट का अनुभव हमें देता है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. याकूब की पत्री 1 उसके 2 और 3 आयत में भी इस बारे में परामर्श किया है। അവിടെ നമ്മൾ ഏതാണ്ട് ഇങ്ങനെ വായിക്കുന്നു, സ്വത്രം, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുകയും. याकूब की पत्री 1 अध्याय 2 और 3 आयत में ऐसा लिखा है, हे मेरे भाइयों, जब तुम नाना प्रकार की परीक्षाओं में पढ़ो तो इसको पूरे आनंद की बात समझो, यह जानकर कि तुम्हारे विश्वास के परखे जाने से धीरज उत्पन्न होता है। ഈ പരിശോധനയിൽ നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകാതെ നിലനിന്നാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. और अगर इस कसौटी में, इस परीक्षाओं में हम सफल हो जाते हैं तो उसका परिणाम आगे की आयत में लिखा है कि तुम्हारे पूरे और सिद्ध हो जाओ और तुम में किसी बात की घटी ना रहे। ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. तो जब परमेश्वर हमें ऐसे परीक्षाओं के द्वारा ले चलता है, इसके माध्यम से परमेश्वर हमें पूरा और सिद्ध करता है। എങ്ങനെയാ പറയേണ്ടത്? ഞാൻ ഒരു ലോകപ്രകാരം 2 ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. ഒരാൾ ഇപ്പോൾ പറയുക, എന്റെ ഈ ഭൂമിയിലെ ഒരാവശ്യവും ഞാൻ ഒരു വ്യക്തിയോടും പറയത്തില്ല എന്ന ഒരു തീരുമാനം എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ വേണം, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ നമ്മള്. എന്നാൽ അങ്ങനെ തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക. अब 1-2 उदाहरण बताता हूँ, ये केवल समझने के लिए उदाहरण है। अब फर्ज कर लो एक व्यक्ति ऐसा निर्णय लेता है, परमेश्वर के सामने यह तय करता है कि अब मैं मेरी ये संसारिक कोई भी जरूरत संसार की किसी भी व्यक्ति से नहीं पूछूंगा या नहीं मांगूंगा। ऐसा होना भी चाहिए। ആ എടുത്ത തീരുമാനത്തിനകത്ത് ആ വ്യക്തി നിലനിൽക്കുന്നോ എന്ന് ദൈവം നമ്മളെ പരിശോധിച്ചത് വരും. उस निर्णय में क्या हम खरे हैं, इस बारे में परमेश्वर हमारी परीक्षा लेगा। ആമേൻ. ആ സമയത്ത് തനിക്ക് ഒരു വലിയ ആവശ്യം നേരിട്ടിട്ട് അതെ താൻ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കാത്ത ഒരു നിലവാരത്തിലാകുന്ന ഒരു പോയിന്റ് ചിലപ്പോൾ എത്തിയെന്ന് വരാം. और उस समय में ऐसा हो सकता है, ऐसी समस्या का हम सामना करें जो कितना भी कोशिश करने के बावजूद भी हम उसका कोई निवारण ढूंढ नहीं सकते, ऐसी परिस्थिति में हम आकर पहुंचे। ചിലപ്പോൾ നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ സ്നേഹിതരുമായിട്ടോ പലരും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വന്നേക്കാം. और कई मर्तबा ये भी हो सकता है जो हमारी मदद कर सकते हैं, हमारे माता पिता, हमारे प्रियजन, बंधु मित्र, ऐसा कोई भी हमारे साथ ना हो। ഒരു വാക്ക് അവരോട് പറഞ്ഞാൽ മതി, അവർ ധാരാളം നമ്മളെ സഹായിക്കാൻ സന്നദ്ധരുമായിരിക്കാം. और बस उन्हें एक लफ्ज हमें उनको कहना है और बहुतायत से वो हमारी मदद कर सकते हैं.
പക്ഷേ നമ്മുടെ തീരുമാനം എന്റെ ആവശ്യം ഭൂമിയിൽ ദൈവത്തോടല്ലാതെ ആരോട് ഞാൻ പറയത്തില്ല എന്നുള്ളതായിരിക്കും. लेकिन हमारा निर्णय, मैं मेरी जरूरत परमेश्वर के अलावा संसार में किसी को नहीं बताऊंगा. ആ പ്രതികൂലത്തിന്റെ 4-ാം യാമത്തിന്റെ അവസാന നിമിഷം വരുന്നത് വരെയും ദൈവത്തിന്റെ ഒരു സഹായവും നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. और उस प्रतिकूल परिस्थिति के चौथे पहर तक, उसके आखिर तक हो सकता है परमेश्वर से भी कोई मदद हमें ना मिले. അപ്പോഴും ദൈവം നമ്മളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത്. और उस समय में भी परमेश्वर हमें परख रहा है, क्या हमने जो निर्णय लिया हम उस पर स्थिर रहेंगे या नहीं. അവസാനം നമ്മൾ തീരുമാനിച്ചത് എന്റെ ഈ കാര്യം നടന്നില്ലെങ്കിലും വേണ്ടുകയില്ല, ഞാൻ ആരോടും ഇതിനെ കുറിച്ച് പറയത്തില്ല. आखिर में हम ऐसे निर्णय लेंगे, इस नतीजे पे पहुंचेंगे, अब मेरा ये संकट हट जाए या नहीं, तब भी मैं किसी को नहीं कहूंगा. ആ അവസാന പോയിന്റിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. और उस आखिरी पड़ाव पर परमेश्वर हमारे लिए कार्य करेगा. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഇത്രയും താമസിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നമ്മൾ വിശ്വസിച്ച വിഷയത്തിന് മേൽ ദൈവം നമ്മെ പരിശോധിക്കുകയായിരുന്നു. क्यों परमेश्वर ने इतना देर किया, ये सवाल करेंगे तो जो निर्णय हमने लिया था उस निर्णय के सामने परीक्षा के ऊपर परमेश्वर हमें परख रहा था. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളും പ്രതിഷ്ഠകളും നമ്മൾ എടുത്തിട്ടുണ്ടോ, ആ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ലംഘിക്കുവാനുള്ള അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരാനായിട്ട് ചിലപ്പോൾ ദൈവം മനഃപൂർവ്വം അനുവദിച്ചെന്ന് വന്നേക്കാം. हमारे आत्मिक जीवन में कितना तो निर्णयों को जो हमने लिया है प्रभु के सामने, जो भी हमने बातों को रखा है उसके सामने कई ऐसी चुनौतियों का सामना करना पड़ता है जो हो सके हमें उसे उल्लंघन करने के उस कगार तक लेकर आए, लेकिन ये परमेश्वर के अनुमति से हमारे विश्वास के परखे जाने के लिए होता है. അവിടെ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുകയും വേണം. നാം എടുത്ത തീരുമാനത്തിൽ നമ്മൾ നിലനിൽക്കുകയും വേണം. वहां पर परमेश्वर के उस शरण में हमें शरणागत होना है, हमें प्रार्थना करना है, उस अनुग्रह को मांगना है और हमारे उस निर्णय में हमें स्थिर और पक्का रहना है. യോസഫിന്റെ ജീവിതത്തിൽ സമാനമായ അനുഭവമാണ് ഉണ്ടായത്. यूसुफ के जीवन में भी समांतर अनुभव हुआ. അതേ പൊട്ടക്കിണറ്റിൽ താൻ വീഴുന്ന അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് അടിമച്ചന്തയിൽ കൊണ്ടു നിർത്തി തന്നെ വില പറയുന്ന അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ബുദ്ധിപ്പേറിന്റെ ഭവനത്തിൽ തനിക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായി. ഒടുവിൽ ജയിലിൽ പോകേണ്ട അവസരം വരെയും ഉണ്ടായി. അവിടെ ഒന്നും തന്റെ തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ താൻ മാറിയില്ലെന്നുള്ളത് കാണുവാൻ കഴിയും. यूसुफ के जीवन में हम देख सकते हैं, सूखे कुएं में उसको ढकेल दिया गया और उसे जो है बंदी बनाकर उसको बेच दिया गया. पोतीफर के घर में भी पाप का अवसर आया. इतना ही नहीं, वहां का पूरा अधिकार उसे मिला. उसके बाद वो बंदी गृह में डाला गया. लेकिन इन किसी भी परिस्थिति में यूसुफ ने अपने निर्णयों को या अपने आप को भ्रष्ट नहीं किया. അവിടെ മാനുഷികമായി ബലഹീനപ്പെട്ട് മറ്റൊരു രീതി പ്രതികരിക്കാതെ ഇരുന്നത് കൊണ്ട് തന്റെ ആ പരിശോധനയിൽ 105-ാം സംഖ്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ താൻ യോഗ്യനായി തെളിഞ്ഞിട്ട് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് താൻ പ്രവേശിക്കുവാനിടയായി തീർന്നു. और अपनी एक भी परीक्षा में क्योंकि वो असफल नहीं हुआ, उन तमाम चुनौतियों में, कसौटियों में यूसुफ जो है उसके ऊपर जयवंत हुआ. इस कारण से जैसा भजन संहिता 105 में हमने पढ़ा, उन तमाम कसौटियों के द्वारा अपनी साबिती को, अपने आप को साबित किया और इस तरह से परमेश्वर ने जो औदा रखा था, जो सिंहासन उसके लिए रखा था, वो सिंहासन पर यूसुफ जा पहुंचा. യോസഫ് താൻ പ്രാപിച്ചത് ഒരു ഭൗതികമായ വിടുതലും അനുഗ്രഹവും ഒരു മറുപടിയുമാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നമ്മൾ നിലനിൽക്കണമെന്നുള്ളതാണ് വിശ്വാസം. यूसुफ के जीवन में अगर हम देखें तो आर्थिक एक आशीष था उसके जीवन में, तो हमारे जीवन में परमेश्वर अपेक्षा करता है वो अनंत जीवन का प्रवेश हमको मिले. പഴയ നിയമം ഒരു ദൃഷ്ടാന്തമായി നിൽക്കുകയാണെന്ന് മറന്നു പോകരുത്. पुराना नियम हमारे लिए एक छाया के समान है, नमूना के समान है, ये नहीं भूलना. ആ വിഷയം എടുത്തുകൊണ്ട് ലൗകിക ലോകത്തിലെ ഉന്നതികൾ പ്രാപിക്കുന്നതിനെ കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. और उस विषयों को लेकर नया नियम के इस बात में ये आत्मिक जगहों पर जो है एक पैसों की बढ़ोतरी और उसकी उन्नति को लेकर हम कभी प्रचार ना करें, इसका ध्यान रखना. പഴയ നിയമത്തിൽ ഭൗതികമായ വിടുതലും നന്മകളെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ സ്വർഗീയ നന്മകളെ കുറിച്ചും സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചുമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. पुराना नियम में संसार के विषय में, आर्थिक विषय में जो आशीष और बरकतों के बारे में लिखा है, तो नया नियम में स्वर्गीय आशीष और स्वर्गीय अनुग्रह के बारे में है.
പറയാൻ കാര്യം ഭൗതിക അനുഗ്രഹം നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ടല്ല. ആമേൻ. പിന്നാലെ നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ദൈവം എന്ന് ചോദിച്ചാല് ആമേൻ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ എടുത്തുകൊണ്ട് വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. कहने का तात्पर्य आर्थिक आशीष हमको नहीं चाहिए इसलिए नहीं, और वो पीछे जब आगे हम लोग और भी सीखेंगे तो ये समझ पाएंगे। कहने का तात्पर्य इतना ही है, आजकल के समय में ऐसे वाक्यों को लेकर जो है गलत रीति से गलत बात का प्रचार करते हैं तो बहुत से लोग। ഇനി സർവോപരി നമ്മുടെ യേശു കർത്താവിൽ തന്നെ നമുക്കൊരു ദൃഷ്ടാന്തം വേറെ നമുക്ക് ചിന്തിക്കാം. और उससे अलग होकर यीशु मसीह से एक नमूना हम लेंगे। സുവിശേഷ പുസ്തകങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർക്കാത്തവർ നമ്മുടെ ഇടയിൽ ആരും കാണത്തില്ലല്ലോ. मैं उम्मीद करता हूँ सुसमाचारों का 4 किताब कम से कम एक बार तो पढ़कर खत्म ना किया हुआ कोई भी हमारे बीच नहीं है। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തെ കുറിച്ച് ലൗകിക ലോകത്തിലെ ജീവചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ यीशु मसीह का अपना इतिहास के बारे में, संसार के जो इतिहास है उसके बारे में जब हम कहते हैं, പല സന്ദർഭങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. कई संदर्भों में हम लोग ने ये देखा कि परमेश्वर यीशु मसीह के बारे में परमेश्वर स्वर्ग से गवाही देता है। സ്നാനപ്പെട്ട് താന് വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേഹരൂപത്തിൽ പ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്ന് പതിയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. एक भाग में हम देख सकते हैं बपतिस्मा के बाद पवित्र आत्मा के लिए जब प्रार्थना कर रहा था उस समय जो है एक कबूतर के नाई परमेश्वर की पवित्र आत्मा उसके ऊपर आकर छप गया। അവിടെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. और उस समय में स्वर्ग से एक आवाज आता है, ये मेरा प्रिय पुत्र, इस पर मैं प्रसन्न हूँ। നമുക്ക് ചോദിക്കാം, ഏത് കാര്യത്തിലാണ് കർത്താവിൽ ദൈവം പ്രസാദിച്ചത്? हम सवाल करेंगे, कौन सी वो चीज है जिसमें परमेश्वर यीशु मसीह में प्रसन्न हुआ? മറിയയിൽ നിന്ന് താൻ ജന്മം കൊണ്ട സമയം, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, മറിയയിൽ നിന്ന് താൻ ജന്മം ലൗകിക ലോകത്തെ ജന്മം കൊണ്ട സമയം മുതൽ ഈ സ്നാനക്കട വരെയുമുള്ള തന്റെ ജീവിതത്തെ സ്വർഗീയ പിതാവ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. मैं ऐसा विश्वास करता हूँ, यीशु मसीह के संसारिक जीवन में मरियम के कोख से जब से जन्म लिया उस समय से लेके बपतिस्मा के समय तक का जो जीवन था उस जीवन को परमेश्वर ने निरीक्षण किया। ആ ജീവിതത്തിൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും കൈക്കീഴിൽ ആ കാലഘട്ടത്തിലെ പ്രമാണം അനുസരിച്ച് ഒരു യഹൂദ ബാലൻ മാതൃകാപരമായി എങ്ങനെയായിരിക്കണമോ അതുപോലെ തന്നെ വളർന്ന മകനായിരുന്നു. और उस जमाने में एक यहूदी माता पिता के अधीन में होकर कैसा एक यहूदी बालक का पालन पोषण होना था, परवरिश होना था, बिल्कुल वैसे ही आज्ञाओं का उल्लंघन न करते हुए पूर्णता के साथ उनके साथ व्यवहार किया। ആമേൻ. അവിടുന്ന് ദൈവമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മാതൃകയായി അവിടുന്ന് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിൽ താൻ ഭൂമിയിൽ അങ്ങനെയായിരുന്നു. तो वो परमेश्वर होने के बावजूद भी हम लोगों के लिए एक नमूना ठहरने के लिए पूर्ण तरह से माता पिता का आज्ञाकारी बनकर जीने वाला एक यीशु को हम देखते हैं। സമയം പോകുന്നതുകൊണ്ട് മുന്നോട്ട് ഞാൻ പോയിക്കോട്ടെ. समय चल रहा है तो मैं आगे निकलता हूँ। തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തന്റെ പ്രിയ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 ശിഷ്യന്മാരുമായിട്ട് താബോർ മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നു. आगे हम लोग देखते हैं पतरस, याकूब, यूहन्ना के साथ अपने प्रिय चेलों के साथ ताबोर पर्वत पर प्रार्थना करने के लिए यीशु मसीह जाता है। അവിടെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. കർത്താവിന്റെ വസ്ത്രം അത് തേജസ്സുള്ളതായി തീർന്നു. അവന്റെ മുഖം ഒരു സൂര്യനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ തുടങ്ങി. ആ ഒരു അനുഭവത്തിൽ തന്റെ അവസ്ഥകൾ മാറുമ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദം പറയുന്നത് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുക്കുവീൻ എന്ന് പറയുന്നുണ്ട്. और वहां पर हम ऐसा देखता है, यीशु मसीह का जो रूपीकरण होता है वहां पर उनका जो वस्त्र है वो तेज से भर जाता है, महिमा में भर जाता है, और वहां पर भी स्वर्ग से एक गवाही आता है, ये मेरा प्रिय पुत्र, इस पर मैं प्रसन्न हूँ और इसको सुनो। ഞാൻ വിശ്വസിക്കുന്നു, സ്നാനം കഴിഞ്ഞ് തന്റെ പരസ്യമായ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ആ ഘട്ടം വരെയുള്ള ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചതിന്റെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ്, ദൈവത്തിൽ നിന്നുള്ള രണ്ടാമത്തെ സാക്ഷ്യം അവിടെ ഉണ്ടാവുകയാണ്.
तो मैं ये विश्वास करता हूँ अपने बपतिस्मा से लेकर सेवकाई तक और उस समय तक का जो जीवन था, उसका निरीक्षण करने के बाद परमेश्वर ने उसके बारे में ये गवाही दी, उसका ये प्रमाण पत्र था। और ये वो बात था जो स्वर्ग ने कहा कि उस जीवन में भी परमेश्वर प्रसन्न था, ये दूसरा प्रमाण पत्र। വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ उसके बाद यूहन्ना का सुसमाचार 12वें अध्याय में जब हम आते हैं, അവിടെ അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. उसके 28 आयत को हम ऐसा पढ़ते हैं, हे पिता अपने नाम की महिमा कर, तब यह आकाशवाणी हुई कि मैंने उसकी महिमा की है और फिर भी करूंगा. പിതാവായ ദൈവത്തിന്റെ നാമം തന്റെ ഓരോ ജീവിതത്തിന്റെ പ്രവർത്തനത്തിലൂടെയും മഹത്വപ്പെടണമെന്നുള്ള ആഗ്രഹമായിരുന്നു, ആ സമർപ്പണമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത്. ആ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെയുമുള്ള നിന്റെ ജീവിതത്തിലൂടെ എന്റെ നാമം മഹത്വപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ശബ്ദവും, ഇനി മേലാലും നിന്നിലൂടെ എന്റെ നാമം മഹത്വപ്പെടുമെന്നുള്ള ഒരു വാഗ്ദത്വവും തനിക്ക് അവിടെ കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. तो यहाँ पर हम देखते हैं यीशु मसीह की इच्छा हमेशा से यही रहा है कि अपने जीवन के द्वारा अपने पिता के नाम की महिमा हो, और अपने जीवन की हर पहलू में, बचपन से लेकर बपतिस्मा तक, बपतिस्मा से लेकर सेवकाई तक, हर जीवन के पहलू में उसकी महिमा हो। और यहाँ पर फिर प्रार्थना करता है, हे पिता तेरी नाम की महिमा मेरे जीवन से हो। तो स्वर्ग से उसको पुष्टिकरण मिलता है, अभी तक मेरे नाम की महिमा तेरे जीवन से हुआ है और आगे भी मेरे नाम की महिमा तेरे जीवन के द्वारा होगा. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നമ്മള് ഇനി ദൈവത്തിൽ നിന്ന് കിട്ടിയ സാക്ഷ്യമാണ് നമ്മളിവിടെ പറഞ്ഞതെങ്കിൽ, ഇനി മനുഷ്യരിൽ നിന്നുള്ള ഒന്നിന്റെ സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞ ഭാഗപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर के नाम की महिमा हो। अभी तक जो हमने देखा वो परमेश्वर से मिला हुआ गवाही था, अब मनुष्यों से मिला हुआ एक दो बातें बताकर इस बात को वहां समाप्त करना चाहूंगा. കാര്യം എങ്ങനെയായാൽ എന്താണ്, അത് പീലാത്തോസ് കർത്താവിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. बात जो कुछ भी क्यों ना हो, पिलातुस के मुंह से भी यही निकला था, इस धर्मी के जीवन में या मैं कोई भी गलत बात उसके जीवन में नहीं देखता, कोई दोष नहीं देखता. തുടർന്ന് താന് ക്രൂശിതനാകുന്ന സമയത്ത് തന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ കൂടെ ക്രൂശിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. और जब यीशु मसीह को सलीब पर चढ़ाया गया तो वहां पर भी हम देखते हैं उसके दाएं और बाएं और दो चोर लोगों को भी लटकाया गया. അവർ രണ്ടുപേരും ആദ്യം കർത്താവിനെ പഠിച്ചു സംസാരിച്ചു എന്നാണ് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. दोनों ने पहले यीशु मसीह का मजाक उड़ाया, ऐसा हम वचन में पढ़ते हैं. എന്നാൽ പിന്നത്തേതിൽ അതിൽ ഒരു കള്ളൻ, മശിഹാ തമ്പുരാനെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് അതേ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു. लेकिन उसके बाद हम देखते हैं एक चोर यीशु मसीह से अनुरोध करता है, तब तू राज्य पाकर जब तू राजा होकर आएगा तो मुझे स्मरण करना, ऐसा वो विनती करता है. നമുക്ക് ആ കള്ളനോടൊന്ന് ചോദിക്കാം, ആത്മാവിലൊന്ന് ചോദിക്കാം, അല്ലയോ മാന്യ സ്നേഹിത, ആമേൻ സ്വന്തം നീ അല്പം സമയം മുമ്പ് വരെ ഈ കർത്താവിനെ പഴിച്ചും ദുഷിച്ചും പറഞ്ഞിട്ട് ഇപ്പോൾ നീ മശിഹാ തമ്പുരാനെ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറയുവാൻ നിന്നെ സഹായിച്ച ഘടകം എന്താണെന്ന് പറഞ്ഞതാണ്. हम उस चोर को आत्मा में एक सवाल करेंगे, अभी तक तूने जिसका टट्टी उड़ाया, अभी तक तूने जिसका मजाक उड़ाया, अब इस वक्त में तेरा मन क्यों बदला कि तू उससे कहता है कि तू मेरा स्मरण कर, मुझे याद कर, ऐसा क्या बात है कि तूने जो उसमें देखा. സമാനമായ കഷ്ടതയിലൂടെ ഞങ്ങളെ പോലെ അദ്ദേഹവും കടന്നുപോയിട്ടും ഞങ്ങളിൽ നിന്ന് വന്നതുപോലെ ഒരു പ്രതികരണമല്ല കർത്താവിൽ നിന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇവൻ വാസ്തവമായും മശിഹാ തന്നെ. तो वो चोर ऐसा जवाब देगा, हमने जो सहा बिल्कुल वही कष्ट का अनुभव इसने भी सहा, लेकिन जैसी प्रतिक्रिया हमने किया वैसा कुछ भी इसने नहीं किया, इसलिए मैं विश्वास करता हूँ वास्तव में यही परमेश्वर का मसीहा है. പാപം ചെയ്യുവാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നവൻ വിശുദ്ധൻ എന്ന് പറയാൻ കഴിയത്തില്ല. पाप करने के लिए मौका नहीं मिला इसलिए पाप नहीं किया तो वो पवित्र है, भक्त है, ऐसा हम कह नहीं सकते. എന്നാൽ പാപം ചെയ്യാനുള്ള, തെറ്റുകൾ ചെയ്യുവാനുള്ള സകല സാഹചര്യങ്ങളും അനുകൂലമായി കടന്നു വരുന്നിടത്ത് അതിനോട് ദൈവത്തിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നവനാണ് വിശുദ്ധൻ.
लेकिन पाप करने का पूरा मौका मिलने के बावजूद भी जो पाप नहीं करता और जो उस पाप के विरोध में परमेश्वर के साथ खड़ा होता है, वो पवित्र आत्मा भक्त രണ്ട് है। കള്ളന്മാർ അവിടെ പഴിക്കുകയും ദുഷിക്കുകയും ഇതര നിലയിൽ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അതേ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നടുവിൽ കിടക്കുന്ന നമ്മുടെ കർത്താവ് വളരെ മാന്യമായി പ്രതികരിച്ചു ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിൽ. वहां पर अदाए बाए जो चोर है, जो वही कष्ट अनुभव का प्रेरणा कर रहे हैं, उन्होंने जो बहुत गलत तरीके से प्रतिक्रिया किया, वही कष्ट अनुभव करने वाला यीशु मसीह वहां पर हम देखते हैं बिल्कुल ऐसा कोई प्रतिक्रिया नहीं किया और मान सम्मान के साथ वहां पर रहा। ഇനി അവസാനമായിട്ട് കർത്താവ് പ്രാണനെ വിടുന്ന സമയത്ത് അവിടെ സൈന്യാധിപൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കുക. और आखिर में जब यीशु मसीह ने अपने जीवन को छोड़ दिया तो वो सरदार ने, सेना का सरदार ने क्या बोला, उसको ध्यान देंगे। അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് അവൻ വാസ്തവമായി മശിഹ ആയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. और वो शताब्दी ने ऐसा उसके प्राण को जब उसने छोड़ा, वो देखा तो उसने ये कहा, ये सचमुच परमेश्वर का मसीहा था। ദൈവമക്കളെ, ഇതിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? मसीह लोगों, इसमें से हम क्या सीखते हैं? നമ്മൾ ഏതെല്ലാം പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയാലും സ്വർഗത്തിന്റെ കുലീനത വിട്ടുള്ളതായ യാതൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ തെളിയിക്കുമ്പോഴാണ് നാം വാസ്തവമായും ദൈവമക്കളെന്ന് സ്വർഗം പ്രസ്താവിക്കുവാനും ലോകവും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാനും ഇടയായിത്തീരുന്നത്. इसका मतलब हम जो भी चुनौतियों का सामना करते हैं, जो भी कसौटी का सामना करते हैं, हमारा स्वर्ग के अनुभवों को छोड़कर कोई भी प्रतिक्रिया हमारे जीवन से जब नहीं होगा, ऐसे समय पर जो है स्वर्ग और मनुष्य एक समान हमारे बारे में ऐसा गवाही देगा। ആ യോഗ്യത ഉള്ളവരാണെന്ന് നമ്മളെ കുറിച്ച് അത് വെളിപ്പെടുത്തണമെന്ന് വരികിൽ നമുക്ക് പല അനുഭവങ്ങൾ കൂടെ കടന്നുപോയേ മതിയാകത്തുള്ളൂ. और हम ऐसा योग्यता रखने वाले हैं, ये संसार के सामने अगर साबित करना है तो ऐसे बहुत से कष्ट अनुभवों के द्वारा हमको गुजरना पड़ेगा। ഇതിനെക്കുറിച്ച് ഏറെ പറയാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ ആ ഭാഗം ചുരുക്കട്ടെ. इसके बारे में और बहुत कहना है, लेकिन समय के अवघात की वजह से उस भाग को मैं यहाँ छोड़ देता हूँ। യാതൊരു തെറ്റും കുറ്റവും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു തിരിച്ചറിവും കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. कोई भी गलती ना करते हुए अगर हम ऐसे किसी कष्ट के अनुभव से जाते हैं तो इस दृष्टिकोण से उस विषय को देखना इसके लिए हमारे लिए कारणभूत होगा। ഏതാണ്ടൊരു 6 പോയിന്റുകൾ ഈ വിഷയത്തെ കുറിച്ച് കർത്താവിനെ പഠിപ്പിച്ചത് കെട്ടിങ്ങായിട്ട് പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വന്നോട്ടെ. और इसके बारे में जो 6 बातें परमेश्वर की आत्मा ने मुझे सिखाया, उसको शीर्षक के तौर पर बताकर उस भाग को छोड़ना चाहूंगा। ദൈവഹിതപ്രകാരം നാം പല ഘട്ടങ്ങളിൽ കൂടെ ജോസഫും വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നുപോയതുപോലെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. परमेश्वर के इच्छा के अनुसार जैसा यूसुफ और यीशु मसीह कष्ट का अनुभव किया, वैसे हम उन कष्टों के द्वारा हमें भी गुजरना पड़ेगा। അതിൽ ഒന്നാമത്തെ നമ്മൾ കണ്ടു നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയെന്ന്. उसमें सबसे प्रथम हमने देखा हमारी विश्वास के परखे जाने को। രണ്ടാമത് നമ്മളെ കുറിച്ച് അപവാദം പറയുന്ന പിശാചിന്റെ മുമ്പാകെ നാം യോഗ്യതയുള്ളവരെ തെളിയിക്കാനായിട്ട് പിശാച് നമ്മളെ പരീക്ഷിക്കാൻ ദൈവം നമ്മെ അനുവദിക്കും. और दूसरा, हमारे ऊपर दोष लगाने वाले शैतान के सामने हमको साबित करने के लिए कई बार शैतान को परीक्षा करने के लिए परमेश्वर अनुमति देता है। നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഇയ്യോബ്. पुराना नियम के अय्यूब के बारे में हम में से तमाम लोग जानते हैं। ഏറ്റവും വലിയ സമൃദ്ധിയുടെ അനുഭവത്തിൽ കൂടെ ആ മനുഷ്യനെ നടത്തി ദൈവം. सबसे बड़ा धन्यता की जीवन के द्वारा प्रभु ने उसको चलाया। നമുക്ക് സമയമുള്ളപ്പോൾ 1-ാം അധ്യായം മാത്രമല്ല, ഇയ്യോബിന്റെ പുസ്തകം 29, 30, 31 ഇങ്ങനെയുള്ള അധ്യായങ്ങൾ കൂടെ വായിക്കണം. परमेश्वर के लोगों को जब भी समय मिले, अय्यूब के किताब में से केवल पहला अध्याय नहीं, उसका 29 और 30 भी पढ़ लेना। പലരും ഇയ്യോബിന്റെ കഷ്ടതയെ കുറിച്ച് ധാരാളം പറയാറുണ്ട്, ഇയ്യോബിന്റെ സമൃദ്ധിയെ കുറിച്ച് അധികം പറയുന്നതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളിലും. बहुत से लोग अय्यूब के कष्ट के बारे में तो बहुतायत से कहते हैं, लेकिन अय्यूब की जो बरकत है, उस बरकत के बारे में कोई बताते हुए ज्यादा सुनाई नहीं देता। ആമേൻ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്റെ ഭൗതിക സമൃദ്ധിയെ കുറിച്ച് വളരെ പറയുന്നുണ്ട്. पहले अध्याय में उसका जो भौतिक अवस्था था, ये संसार में जो औजार था, उसके बारे में लिखा है। എന്നാൽ 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിലേറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. और जब 29वें अध्याय में हम आते हैं तो और भी बहुत से बातों को वहां लिखा है। അതിലെ 6-ാം വാക്യം എന്നെ പലപ്പോഴും അതിശയിപ്പിക്കുന്നതാണ്.
और उसमें जो छठा आयत है वो कई बार मुझे अचंबा किया। അവിടെ ആ 6-ാം അധ്യായത്തിൽ തന്റെ കക്ഷനടുവിൽ ഇരുന്നുകൊണ്ട് തന്റെ പഴയ കാലങ്ങളെ ഓർത്തുകൊണ്ട് താൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകുന്നവനായിരുന്നു. वो वहां पे कहता है, मैं मेरे पाँव जो था वो घी से धोता था. നമ്മുടെയൊക്കെ ഭവനം, നമ്മുടെ പലരുടെയും ഭവനങ്ങളില് കുഞ്ഞുങ്ങളുടെ നാവിന്മേൽ തൊട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള അല്പം വെണ്ണ പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ വെണ്ണ കൊണ്ട് ദിനംതോറും കാല് കഴുകുന്നവനായിരുന്നു. हम लोगों के घरों में जो नवजात शिशु है उसके जुबान पर देने के लिए भी जब घी नहीं होता, यहाँ पर ये व्यक्ति उससे अपने पाँव को धोता है. അതെ, വെണ്ണ കൊണ്ട് കാല് കഴുകണമെങ്കിൽ എന്തോരും സമൃദ്ധിയുള്ളവനായിരിക്കണം. तो ऐसे अगर घी या मलाई से पाँव जो धोता है तो उसका जो संपत्ति है कैसा होगा, कितना अधिक होगा. പിന്നീട് പറയുന്നു, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നുകൊണ്ടിരുന്നു. और उसके बाद वो कहता है, चट्टानों ने तेल की धाराएं मेरे लिए बहाए. ഞാൻ ഇനി 29-ാം അധ്യായം ദൈവമക്കൾ പിന്നീട് വായിച്ചുകൊള്ളുക. ആ അധ്യായത്തിന്റെ ഓരോ ഭാഗം വായിച്ചു വരുമ്പോൾ തന്റെ ഭൗതികമായ സമൃദ്ധിയെ കുറിച്ച് താൻ പറയുന്നുണ്ട്. तो ये 29वां जो ये आयत है, इसको आप लोग घर पे पढ़ लेना. तो अय्यूब की जो समृद्धि है, जो बरकत है, उसको यहाँ पर लिखा गया है. എന്നാൽ ഈ ഭൗതിക സമൃദ്ധി യാതൊരു അഹങ്കാരമോ ഉന്നത മനോഭാവമോ നീളമോ തനിക്ക് ഉണ്ടാകാതെ വളരെ മാതൃകാപരമായ ജീവിതമായിരുന്നു താൻ നയിച്ചിരുന്നത്. ആ സമൃദ്ധിയുടെ നടുവിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. इतनी संपत्ति और इतना धनाढ्य होने के बावजूद भी अपने धन में, अपने औहदे में बिल्कुल भी घमंड न करता था, न अपना सीना चौड़ा करता था. വാക്യങ്ങൾക്ക് ദൈവമക്കളെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഓടി പറഞ്ഞു പോകട്ടെ. 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു, നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു, വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി, ഞാൻ നീതിയെ ധരിച്ചു, അതിന്റെ ഉടുപ്പായിരുന്നു, എന്റെ ന്യായം ഉത്തരിയും തലപ്പാവും പോലെ ആയിരുന്നു, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. तो वहां पर हम देखते हैं 12, 13, 14 और 15 में बहुत से बातों को लिखा है कि वो दीन को मदद करने वाला था, नाश होने वालों के लिए आशीर्वाद था, और धर्म के पहना रखने वाला था, अंधों के लिए वो आंख था. ऐसे बहुत सी बातों को इन वचनों में लिखा गया है. അതിന്റെ 15, 16 വാക്യം വായിക്കുമ്പോൾ ചില സമയങ്ങൾ ഞാൻ വിങ്ങി കരഞ്ഞു പോയിട്ടുണ്ട്. 15 और 16 आयतों को जब भी मैंने पढ़ा है, बहुत से बार मैं रोया हूँ. ഞാൻ അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ കുരുടന് കണ്ണായിരുന്നു, മുടന്തന് ഞാൻ കാലായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഓ, എന്തൊരു ശ്രേഷ്ഠമേറിയ വാക്യങ്ങളാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ. मैं अंधों के लिए आंख था, लंगड़ों के लिए पांव ठहरता, दरिद्र लोगों के लिए पिता ठहरता था. कितना अद्भुत बातें है यहाँ पर जो लिखा है. ഇത്രയും സൗകര്യങ്ങളൊന്നും വേണ്ട, അല്പസ്വല്പം ഒരു സാമ്പത്തിക സ്ഥിതി ജീവിതത്തിൽ വന്ന് അല്പം സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ സാധുക്കളായ ആളുകളെ ഒന്ന് മിണ്ടാൻ പോലും ലജ്ജിക്കുന്ന അനേകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. इतनी संपत्ति, इतना धन को तो छोड़ दो, अगर इसका चवन्नी के जैसा भी भाग हम लोगों को मिल जाए तो दरिद्र लोगों को, दीन लोगों से बात करने के भी लज्जित होने वाले, शर्मिंदगी महसूस करने वाले ऐसे तमाम लोगों को इस जमाने में हम देखते हैं. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. साथ में एक बात बताऊंगा, प्रार्थना करने के लिए हम इसको इस्तेमाल करें. ഒരിക്കലും ഭക്തനായ ദേവദാസൻ നമ്മുടെ റാന്നിയിലെ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഏതോ ചില കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ, വചനത്തിലൂടെ പറഞ്ഞ കൂട്ടത്തിൽ താൻ ഇങ്ങനെ ഒരു വാക്ക് പറയുകയുണ്ടായി. ആമേൻ. ഇന്ത്യയിലെ ഇന്ത്യയിലെ കാര്യമായിട്ടാണ് താൻ പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും സമൃദ്ധിയായി ജീവിക്കാനുള്ള പണം ഇന്ത്യക്കകത്തുണ്ട്. तो एक बार एक प्रभु का दास रांदी में प्रचार कर रहा था. उस मर्तबा उन्होंने ऐसा कहा, भारत की बात को कहा, भारत के तमाम लोगों को सुभिक्षित होकर जीने के लिए जो पैसा चाहिए वो भारत में मौजूद है. പക്ഷേ അത് ഒരു 10-100 വ്യക്തികളുടെ കയ്യിലിരിക്കുകയാണ്. അവരുടെ അത്യാവശ്യത്തിനും ആവശ്യത്തിനും അവരുടെ തലമുറകൾക്കും കൂടി ഉള്ളത് അവരെടുത്തിട്ട് ബാക്കി മുഴുവനും അവർ സാധുക്കൾക്ക് വീതിച്ചു കൊടുത്താൽ ഇവിടെ പട്ടിണി കിടക്കുന്ന ഒരുത്തൻ പോലും ഉണ്ടാകത്തില്ലെന്ന് പറയുകയുണ്ടായി.
और वो पूरी संपत्ति और धन लगभग भारत के 100 लोगों के हाथ में है। वो अपने लिए और अपने पीढ़ी के लिए भी उसमें से निकाल कर अगर बाकी बचता है उसको दरिद्रों में अगर बांट दे तो हमारे भारत वंश में एक भी व्यक्ति भूखा नहीं होगा। ഇവിടെ ഇതാ ഒരു സമൃദ്ധി അനുഭവിക്കുന്ന ഒരു വലിയ പ്രഭുവായിരിക്കുന്ന ഇയ്യോബ്, यहाँ पर बढ़ोतरी और अनुग्रह जो अनुभव करने वाला अयुब, ആമീൻ, ആ ഇയ്യോബ് പറയാണ്, ഞാൻ കുരുടന് കണ്ണായിരുന്നു, ഞാൻ മുടന്തന് കാലായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. वो अयुब कहता है मैं अंधों के लिए आंख था और लंगड़ों के लिए पांव था और दरिद्र लोगों के लिए पिता ठहरता था। ഇതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും വലിയ സമൃദ്ധിയിലൂടെ തന്നെ നടത്തിയിട്ടും തന്റെ ആത്മീയ നിലവാരത്തിന് ഒരുവിധമായ ബ്ലാക്ക് മാർക്കും വീഴാൻ താൻ അനുവദിക്കാതെ ശ്രദ്ധയോടെ ജീവിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. इसका मतलब हम ये देख सकते हैं इतनी जो अनुग्रह मिलने के बावजूद भी उसके आत्मिक जीवन में एक भी काला दाग आने के लिए उसने अनुमति नहीं दिया। ആമീൻ. അടുത്തായിട്ട് നമുക്ക് കാണാം, അങ്ങനെയുള്ള ഇയ്യോബിന്റെ അടുക്കൽ പിശാച് വന്നത്, ഇയ്യോബിനെ പിശാച് കണ്ടിട്ട് ദൈവത്തോട് പറയുന്നു, വെറുതെയോ നിന്റെ ദാസൻ ഭക്തനായിരിക്കുന്നത്, നീ അവനെല്ലാം സമൃദ്ധിയായി കൊടുത്ത് അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നു, അവനെ നീ സംരക്ഷിക്കുന്നു, അവന്റെ വേലി ഒന്ന് പൊളിച്ച് അവനെ അത് എന്റെ കയ്യിൽ ഒന്ന് തരിക, അവൻ നിന്നെ ത്യജിച്ച് പറഞ്ഞ് മറ്റൊരു വഴിക്ക് പോകുമെന്ന് അവൻ ദൈവത്തോട് പറയുകയുണ്ടായി. और ऐसे आयुब के बारे में शैतान आके दोष लगाता है, परमेश्वर से कहता है क्या वो यूं ही तुम्हारा भय रखता है, बिना लाभ के तूने उसके चारों ओर उसको संपत्ति और सब कुछ दिया और उसके चारों ओर बाड़ा बांध रखा है, इसलिए वो तेरा भय मानता है। ആമീൻ. ആ സമയം ദൈവപിതാവ് ഇയ്യോബിനെ പിശാചിന്റെ കയ്യിൽ കൊടുക്കുന്നു, ഒരു കാര്യം മാത്രം നീ തുടരുത്, അവന്റെ പ്രാണനെ അവന്റെ ആത്മാവിനെ മാത്രം നീ തുടരുത്, ബാക്കിയെല്ലാം നിന്റെ കയ്യിൽ തരുന്നു, നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയുന്നു. और उस समय में हम देखते हैं यहोवा शैतान से कहता है और उसकी सब पूरी बात उसके हाथों में देकर कहता है केवल उसके प्राण को तू छूना नहीं, बाकी सब कुछ तेरे हाथ में मैं सौंपता हूँ। പിന്നത്തേതിൽ സംഭവിച്ചത് എന്താ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. और उसके बाद जो वहां पर होता है वो सब हम जानते हैं। ഒരു വലിയ സമൃദ്ധിയിലിരുന്ന മനുഷ്യൻ നിമിഷം കൊണ്ട് തന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു പോകുന്നു. जो बहुत ही ऐसा धनी एक व्यक्ति था, एक ही क्षण भर में उसकी पूरा धन जो है वो नुकसान हो जाता है। ഒരു വലിയ കാലാവസ്ഥാ ക്ഷോഭം ഉണ്ടായിട്ട് തന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന വീട് ആ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് തകർന്നു വീഴുന്നു. और बहुत बड़ा भूचल हो जाता है और जिस घर में उसके बच्चे बैठे हैं उसका छत उसके ऊपर गिरकर उनके तमाम बच्चे मर जाते हैं। ഇന്നത്തെ പോലെ ഓർത്ത് നോക്കുക, തകർന്നു വീണ ഒരു കെട്ടിടത്തിന്റെ അടിയിൽ നിന്ന് 10 ഡെഡ് ബോഡികൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുറ്റത്തേക്ക് വലിച്ചെടുത്ത് ഇടുന്നു. आज के हिसाब से हम जरा सोचो, एक इमारत ढह जाता है और उसके मलबे में से 10 बच्चों की शव को निकालकर आपके सामने रखा जाता है। തന്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്ന ഭൃത്യന്മാർ മരിക്കുന്നു, അവരെ കൊല്ലുന്നു. उसके घर में जो काम करते हैं नौकर चाकर उनको मार दिया जाता है। തന്റെ ശരീരമാകെ രോഗം കൊണ്ട് തകരുന്നു. और उसका पूरा शरीर में व्रण आ जाता है। ഈ സമയത്ത് കൂടെ നിന്ന് ആശ്വസിപ്പിക്കേണ്ട കൂട്ടാളിയായ ഭാര്യ അത് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിക്കുക എന്ന് വിളിച്ചു പറയുന്നു. और इस तमाम बातें जब वहां पर घटता है उसके साथ जो खड़ा होना चाहिए उसकी पत्नी है, वो कहती है परमेश्वर को छोड़ दो और तुम मर जाओ। ആ മാന്യ സ്ത്രീയെ ഒരു പൊട്ടിയെന്ന് പോലും വിളിക്കാതെ ഒരു പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നു മാത്രം വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നു. और उस स्त्री को भी मूर्ख ना बुलाते हुए केवल इतना कहता है, एक मूर्ख की तरह तू क्यों बात करती है, वहां पर भी ध्यान पूर्वक നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച് ഞാൻ തകർന്നു പോയാലും ഞാനൊരു പുത്തൻ ദേഹത്തോടെ എന്റെ കർത്താവിനെ കാണും, എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേ നിൽക്കുന്നു എന്നുള്ള പ്രത്യാശയുടെ വചനങ്ങൾ വിളിച്ച്, അന്യനല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് വിളിച്ചു പറയുന്നു. और ऐसा कष्ट का अनुभव करने वाला अयुब कहता है, मैं पूरी तरह से अगर नाश भी हो जाऊं, अगर मैं नष्ट भी हो जाऊं तो कोई गम नहीं, मुझे एक महिमा भरा शरीर वो देगा, मैं दूसरों की आंखों से नहीं मैं अपने आंखों से मैं देखूंगा, और भले कोई छटकारा या चंगाई मेरे लिए ना हो तब भी मेरा परमेश्वर के लिए मैं खड़ा रहूंगा। കൊല്ലുമെന്ന് പറയുന്ന ദൈവത്തെ തള്ളി പറയത്തില്ലെന്ന് കൊല്ലുമെന്ന് പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, जो परमेश्वर मारने को कहता है उसे भी प्रेम करने वाला एक व्यक्ति,
ആമേൻ. ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് എന്താണ്? और इस तमाम बातों से हमें क्या सीख मिलता है? ആമേൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഈ ഇയ്യോബിനെ കുറിച്ച് പുതിയ നിയമദൈവസഭയ്ക്ക് പരാമർശമുണ്ട്. याकूब का पत्री 5वें अध्याय में इस अय्यूब के बारे में एक परामर्श किया है। ആമേൻ. ദൈവനാമ നിമിത്തം കഷ്ടതയിലൂടെ കടന്നുപോയ ആമേൻ പ്രവാചകന്മാരെ നിങ്ങൾ ദൃഷ്ടാന്തമായി ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. അതിൽ അഗ്രഗണ്യനാണ് ഇയ്യോബ്. ഇയ്യോബിന് വന്ന കഷ്ടവും പിന്നത്തെ ദൈവം തന്നെ വിടുവിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നോട് പറയുക. और वहां पर लिखा है, ये भाइयों, जिन भविष्यवक्ताओं ने प्रभु के नाम के बातों के उन्हें दुख उठाने का, धीरज धरने का एक आदर्श समझा है, उस आदर्श में अय्यूब को रखो, क्योंकि अय्यूब के धीरज के विषय में मैं तो सुना ही था, और प्रभु की ओर से जो उसका प्रतिफल हुआ उसे भी जान लिया है, जिससे प्रभु के अत्यंत करुणा और दया प्रकट होती है। ആമീൻ. ഈ അഗ്നി പരീക്ഷയിൽ കൂടെ നമുക്ക് ഇങ്ങനെ പറയാം, ആമീൻ, എന്ത് ആമീൻ, എത്ര വലിയ സമൃദ്ധി കൊടുത്ത് സമൃദ്ധിയിലൂടെ ദൈവത്തെ തള്ളി പറഞ്ഞ് അഹങ്കരിക്കുന്നവനാണോ എന്ന് ആദ്യം ദൈവം അദ്ദേഹത്തെ സമൃദ്ധി കൊടുത്ത് പരീക്ഷിച്ചു. इस अग्निमान परीक्षा में सबसे प्रथम बात, अगर मैं उसे बरकत दूं, क्या वो बरकत में मुझे इनकार करेगा? इसको परखने के लिए पहले बरकत उसको मिलेगा। ഇന്നത്തേതിൽ മഹാ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടത്തിവിട്ട് തന്നെ പരീക്ഷിക്കുവാൻ അനുവദിച്ചു. और उसके बाद बहुत ही अग्नि समान कष्ट के बीच में ऐसी प्रतिकूल अवस्था के द्वारा उसको परखा गया। ഈ പരീക്ഷകളെ രണ്ടിനെയും താൻ ജയിച്ചു കഴിയുമ്പോൾ ആമീൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അവിടെ ഒരു പ്രസ്താവന തന്നിൽ നിന്നും വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. और ये दोनों जो परीक्षाओं के ऊपर उसने जय पाया, तो आगे हम वहां पर एक बहुत बड़ी घोषणा को हम देखते हैं। ഈ ലൗകിക ലോകത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടിയുമല്ല ഞാൻ ദൈവത്തെ സേവിക്കുന്നത്, ഈ ലൗകിക ലോകത്തിലെ കഷ്ടതയ്ക്ക് വേണ്ടിയുമല്ല ഞാൻ സേവിക്കുന്നത്, എന്റെ കർത്താവിനെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. ये संसार की बरकत को पाने के लिए मैं परमेश्वर से प्रेम नहीं रखता, या फिर ये संसार के कष्ट की वजह से मैं परमेश्वर से प्रेम नहीं रखता, लेकिन मुझे मेरे परमेश्वर को पाना है, इसलिए मैं उसका प्रेम करता हूँ। ഇതുപോലെ നമ്മുടെ ജീവിതത്തെ അതേ ദൈവം അതേ പരീക്ഷിക്കുവാൻ അനുവദിച്ചു കൊടുക്കും. ലൗകിക ലോകത്തിലെ കഷ്ടതയെയും ലൗകിക ലോകത്തിലെ സമൃദ്ധിയെയും ഉപരിയായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെന്ന് നമ്മുടെ പരീക്ഷയിലൂടെ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. और ऐसे हमारे जीवन में भी परमेश्वर कष्ट और दुख अनुभव का अनुमति देगा, ताकि हम मेरे जीवन से ये साबित हो कि संसारिक बढ़ोतरी में नहीं या फिर संसार के कष्ट में नहीं, दोनों को छोड़कर परमेश्वर से मैं वास्तव में दिल से प्रेम करता हूँ, इस बात की योग्यता को पूर्ण करने के लिए। ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഏത് വലിയ കൊറോണ വൈറസോ, എന്തെല്ലാം ലോക്ക്ഡൌണോ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനെ ഒന്നിനെയും എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന് നമുക്ക് ഉറയ്ക്കാനും കൂടെ കഴിയണം. और आज के समकालीन विषय को लेकर अगर मैं कहूँ, वर्तमान की भाषा में ऐसा कह सकता हूँ, कोरोना वायरस क्यों ना हो या फिर कोई भी अन्य बीमारी क्यों ना हो, कोई भी महामारी क्यों ना हो, परमेश्वर के प्रेम से इनमें से कोई भी चीज मुझे अलग नहीं कर सकता। ആമീൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇതുവരെ ആ രോഗത്താൽ ബാധിക്കപ്പെട്ടവരെല്ലാവരും സൗഖ്യമാകണം, ഇനി പുതുതായിട്ട് ഒരു വ്യക്തിക്ക് വരാൻ ഇടവരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. हमारी प्रार्थना ये है, अभी तक जो इस बीमारी से पीड़ित है वो सब चंगाई पाए, और आगे कोई भी नया इस बीमारी से पीड़ित ना हो। ഇനി കാര്യങ്ങൾ എങ്ങനെ പോയാലും ദൈവത്തിന്റെ ഹിതം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. കൊറോണ വൈറസിനെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതല്ല, ലൗകിക ലോകത്ത് ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം അതേ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും, ഈ ലോകത്തിലെ ഒരു അനുഭവത്തിനും വേണ്ടിയുമല്ല ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടവരാണ്. तो ये बात जो भी हो, केवल कोरोना वायरस का नहीं, लेकिन बात जो भी क्यों ना हो, हमारे जीवन से हमें यही साबित करना है, जो भी बात हमको सामना करना पड़े, भले वो संसार की अभिवृद्धि की बात क्यों ना हो, या फिर हमारे शारीरिक क्लेश की बात क्यों ना हो, या फिर दुख उठाने की बात क्यों ना हो, हमारे जीवन के द्वारा हमें इस विषय को साबित करना है, संसार की बरकत या संसार के कष्ट ये दोनों ही वजह नहीं है मैं परमेश्वर से जो प्रेम करता हूँ, लेकिन मैं अपने अंदर से मेरे परमेश्वर से प्रेम रखता हूँ। इस बात को इन दोनों ही चीजों में हमें साबित करना है हमारे जीवन के माध्यम से। ആമേൻ. ആമേൻ. ആകയാൽ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ, നമ്മുടെ കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്.
इसलिए परीक्षा के द्वारा जब हम जाएंगे, परखे जाएंगे, तो यीशु मसीह ने जो कहा प्रार्थना करने के लिए, उसे हमें भूलना नहीं है। ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡൽ പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. चेलों को प्रार्थना करने सिखाते वक्त यीशु मसीह ने कहा, तुम जब प्रार्थना करो तो ऐसा प्रार्थना करो, ऐसा प्रार्थना का एक नमूना उनको सिखाया। ആമേൻ. അവിടെ ഇങ്ങനെ കർത്താവ് ഒരു വാക്ക് ഉപയോഗിച്ചു, ആമേൻ, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. वहां पर ऐसा एक लफ्ज बोला है, परीक्षाओं में हम ना पड़े, इसलिए दुष्ट से हमें बचाए रखना। ആകയാൽ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകാതെ ഒരു ദൈവവൈദ്യം നിൽക്കുന്ന നിലവാരത്തിൽ നിലകൊള്ളുവാൻ നിന്റെ കൃപ തന്നെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. और इसलिए हमें प्रार्थना करना है, जब परीक्षाओं में मैं गिर जाऊं तो मेरा मसीह होने का मान्यता को न छोड़ते हुए परमेश्वर में रुकने के लिए, उस भर में स्थायी रहने के लिए, उस परीक्षा में जय पाने के लिए परमेश्वर का अनुग्रह मुझे चाहिए, मदद चाहिए, ऐसा प्रार्थना करना। മൂന്നാമത്തെ നമ്മുടെ കക്ഷത, ആമീൻ, ഞാൻ മനസ്സിലാക്കി തിരിക്കുന്ന പ്രകാരമുള്ള കക്ഷതയിലെ മൂന്നാമത്തെ കാര്യമാണ് ക്രൂശിന്റെ അനുഭവം. और तीसरा जो हमारा परमेश्वर की इच्छा के अनुसार कुटाए जाना है, एक है सलीब का कष्ट। ഇത്രയും നേരം വിവരിച്ച രീതിയിൽ വിവരിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞ ഈ രാത്രി അവസാനിപ്പിക്കട്ടെ. इतना बातों को जैसा कहा वैसे विवरण देने का समय नहीं है, इसलिए वो संक्षेप में बताकर समाप्त करना चाहूंगा। ആമേൻ. അതേ ക്രൂശിന്റെ അനുഭവം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പിന്നീട് വായിക്കുക. ലൂക്ക് 14:27. ലൂക്ക് 14 उसका 27. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള അതേ പാപക്ഷമ പ്രാപിച്ച് ദൈവകൃപയിലേക്ക് വന്ന ദൈവമക്കളായ നാം ജയജീവിതം ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. और जो मसीह यीशु के द्वारा आया है और जो जयवंत जीवन को जीता है, वो हमारे जीवन में एक बात को हमेशा गौर करना। ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് ആത്മലോകത്ത് വളരെ കുറച്ച് മാത്രം കേൾക്കാനിടയാകുന്ന രണ്ട് പദങ്ങളാണ് അതെ ജയാളികളായി തീരുക, ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. बहुत दुख से कहना पड़ता है, दुर्भाग्य से वर्तमान समय में मसीह समूह में ये दो वाक्य जो है सुनने को बहुत ही असुलभ है। एक जो है परमेश्वर में जयवंत होना और दूसरा परमेश्वर में सिद्ध होना। നമ്മുടെ ഷാർജയിലെ കൂട്ടായ്മയിൽ ഈ കാര്യങ്ങളെയൊക്കെ ദൈവമക്കൾക്ക് അറിവുണ്ടെന്ന് ഞാൻ കരുതുന്നു. हमारे शारजा के संगति में इन बातों को लोग जानते हैं, ऐसा आशा रखता हूँ। അതെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പാപക്ഷമ പ്രാപിച്ചാൽ മാത്രം പോരാ, പാപങ്ങളെ ജയിക്കുന്ന ജയാളികളാകണമെന്ന് കൂടി ആഗ്രഹിക്കുന്നു. परमेश्वर हमारे बारे में अपेक्षा करता है, हम केवल वो लोग ना बने जो केवल क्षमा को पाते हैं, लेकिन हम वो बने जो पाप के ऊपर जयवंत होते हैं। വളരെ പറയാനുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറയട്ടെ. बहुत कहना है लेकिन संक्षेप में कहना चाहूंगा। മുൻകഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവസന്നിധിയിൽ അതേ മാനസാന്തരപ്പെടേണ്ടതുപോലെ ആഴസാന്തരപ്പെട്ട് അതിന്റെ ക്രമീകരണത്തോടെ കടന്നു ചെല്ലുമ്പോൾ പുത്രനായ യേശു ക്രിസ്തു രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുവാനിടയായത്, രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുവാനിടയായത്. पहले किया हुआ जो पाप है, उस पाप को पूर्णता छोड़ने के लिए मैं जो परमेश्वर के सामने आकर अपने पापों का अंगीकार करता हूँ, परमेश्वर से अपने पापों को कबूल करता हूँ, तो मेरा परमेश्वर सलीब पर बहाया हुआ उस लहू से मेरे पाप को क्षमा करता है, उस पाप को धोता है। ദൈവങ്ങളായി നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. मसीह लोगों, केवल हमारी आत्मा का उद्धार अभी हुआ है, हमारा शरीर का उद्धार अभी तक हुआ नहीं है। അത് കർത്താവിന്റെ വരവിലാണ് സംഭവിക്കുന്നത്. और वो परमेश्वर के आगमन में वो होगा। ആമേൻ. ആകയാൽ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെയും ആമേൻ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെയുള്ള അനേക ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. और जब तक वो शरीर के उद्धार को नहीं पाते, तब तक गलातियों की पत्री 5वें अध्याय में जो बातें लिखा है, वो तमाम बातें हमारे शरीर में है। സമയമെടുത്ത് പഠിക്കേണ്ട വിഷയമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. समय लेके सीखने का विषय है, लेकिन समय के अभाव के कारण जल्दी बताना चाहूंगा। ആ ജഡത്തിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും അതേ പാപപ്രവൃത്തികൾ ചെയ്യുവാനുള്ളതായ പരീക്ഷയും പരിശോധനയും കടന്നു വരുമ്പോൾ നാം പിന്നെയും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. वो शरीर की इच्छाओं में अगर हम फिर से जिएंगे, तो जब पाप का मौका आएगा तो हम उस पाप में गिर जाएंगे।
അങ്ങനെ ആവർത്തിച്ച് ആ തെറ്റിൽ വീഴാതിരിക്കുവാൻ ഒരിക്കൽ പാപക്ഷമ പ്രാപിച്ച് ദൈവകൃപയിൽ വന്ന ദൈവവൈതൽ അവന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. और बार बार उस पाप में हम ना गिरे, इसीलिए ये बहुत जरूरी है, जिस पाप के लिए हमने क्षमा पाया है उस शाम को हम उस पाप को हम ना दोहराए, हमारे शरीर को उसकी लालसा के साथ उस सलीब पर हमें चढ़ाना है। അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നാം ഇതുവരെ ചെയ്തു പോയ പാപങ്ങൾക്ക് പാപക്ഷമ കിട്ടുവാൻ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സഹായിക്കുമ്പോൾ മേലാൽ അതേ പാപങ്ങൾ അതേ പാപങ്ങളോ പുതിയ പാപങ്ങളോ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു ക്രൂശിന്റെ അനുഭവം ഉണ്ട്. ആ ക്രൂശിന്റെ അനുഭവത്തിൽ നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. तो यीशु मसीह का लहू जो है हमने किए हुए पापों को ढक देता है, क्षमा करता है। उसी समय उन पापों को न दोहराने के लिए, उस नए पापों को ना करने के लिए यीशु मसीह सलीब का वो अनुभव भी हमें देता है। इसलिए हमारे पुराने मनुष्यत्व को उस सलीब पे हमें चढ़ाना है, ताकि ऐसा नया पापों को और उन क्षमा पाए हुए पापों को हम फिर से ना दोहराए। കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. പാപത്തിന് പരിഹാരമാകാനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. यीशु मसीह जो सलीब पर हमारे लिए मरा, जो पाप हमने किया उस पाप के प्रायश्चित के लिए यीशु मसीह सलीब पर मरा। നമുക്ക് ദൈവം തന്ന ക്രൂശിൽ നമ്മെ തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പാപം ആവർത്തിക്കാതിരിക്കാനാണ്. लेकिन परमेश्वर ने जो सलीब हमें दिया, वो सलीब में हम अपने आप को इसलिए चढ़ाना है ताकि हम पाप को ना दोहराए। അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5:24 നമ്മൾ വായിക്കുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ വക പ്രവർത്തിക്കുന്നു ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു, ഈ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. और इसीलिए हम गलातियों की पत्री 5 में उस पाप के बारे में कहने के बाद परमेश्वर कहता है कि जो ऐसा काम करते हैं वो परमेश्वर के राज्य में वारिस नहीं बनेंगे। उसके बाद 24 आयत में ऐसा लिखा है, और जो मसीह यीशु के हैं उन्होंने शरीर को उसकी लालसाओं अभिलाषाओं समेत क्रूस पर चढ़ा दिया है। ഗലാത്യർ 6:14 വായിക്കുമ്പോൾ അവിടെ കാണും, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. और उसी में हम 6:14 में ऐसा पढ़ते हैं, उसी के माध्यम से मैं संसार के लिए और संसार मेरे लिए क्रूस के चढ़ाया गया हूँ। റോമാലേഖനം 8:13 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. रोमर 8:14 में हम ये पढ़ते हैं कि हम लोग आत्मा से शरीर की बातों को अगर नहीं मानते तो हम नहीं जीतते। അപ്പോൾ ഇങ്ങനെ പറയാം, അതെ, ആ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഈ നമ്മളെ തന്നെ ക്രൂശിക്കുവാൻ ദൈവകരം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്. और वहाँ की व्यवस्था ये है कि हमारी आत्मा में जो बातें हैं उसको मारने के लिए हमें जो है उन बातों को वहां पर लिखा गया है। ആമേൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ആമേൻ, സ്വന്തം യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുൻകഴിഞ്ഞ പാപങ്ങൾ എനിക്ക് മോചിച്ചു തരുമ്പോൾ അതേ പാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്നിരിക്കുന്ന ക്രൂശും അവിടുത്തെ ആത്മാവും കൂടെ എന്നെ സഹായിക്കുന്നു. तो हम ऐसा कह सकते हैं, यीशु मसीह का लहू जो मैंने पहले पाप किया है वो पाप को जब मैं धो देता है तो सलीब का अनुभव, और सलीब पर अगर मैं जाता हूँ तो वो आने वाले पाप में ना करने के लिए, पाप को ना दोहराने के लिए यीशु मसीह के सलीब और आत्मा मेरी मदद करता है। ലൂക്കോസ് 14:27 അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. और लूका 14:27 में लिखा है, और जो कोई अपना क्रूस न उठाए वो मेरे पीछे ना आए वह भी मेरा चेला नहीं हो सकता। ആമേൻ. കർത്താവിന്റെ ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആ ജീവിത ശൈലി ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്നുള്ളതാണ്. यीशु मसीह का चेला होने का मतलब यीशु मसीह ने जैसा जीवन को जिया बिल्कुल उसी तरह जीवन को जीने वाला व्यक्ति है मसीह का चेला। ആമേൻ. ആ ക്രൂസിന്റെ അനുഭവത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ആ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. और सलीब के अनुभव के द्वारा हम जाएंगे तो ही उस अनुभव में हम जी सकते हैं। അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:10 ഇങ്ങനെ വായിക്കുന്നു, നിയമങ്ങളുടെ വാക്യങ്ങൾ നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കാത്തവരെ, അതേ ഓർമ്മയില്ലാത്തവരെ. दूसरी कोरिन्थी 4:10 में, और जिसको ध्यान नहीं रहता वो लोग इन वाक्यों को कृपया करके नोट कर लेना। ആമേൻ. യേശുക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ ജഡത്തിൽ ദിനംതോറും വഹിക്കുന്നു എന്ന് അവിടെ കാണുന്നു. ആ വാക്യം നോക്കിയാൽ
ऐसा पढ़ते हैं, यीशु मसीह की मृत्यु हमारे जीवन में प्रकट होने के लिए आए दिन हम यीशु मसीह के लिए मरते हैं। ആമേൻ. അവിടെ വായിക്കുന്നത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. वहां पर ऐसा लिखा है, दूसरी कोरिन्थी 4 उसका 10वां आयत, हम यीशु की मृत्यु को अपनी देह में हर समय लिए फिरते हैं कि यीशु का जीवन भी हमारे देह में प्रकट हो। അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണുകൊണ്ട് പാപം ചെയ്യാൻ ഇടയാകുന്ന സാഹചര്യത്തിൽ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ കണ്ണ് ക്രൂശിക്കപ്പെട്ടതായിരിക്കണം. सरलता में अगर इस बात को कहे, आंखों से पाप करने का कोई मौका आए तो मेरी आंखों को मुझे क्रूस पर चढ़ाना है। ആമേൻ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുമ്പോൾ നാവ് ക്രൂശിക്കപ്പെട്ടതാകണം. पाप से जीभ से पाप ना करने के लिए मेरे जीभ को क्रूस पर चढ़ाना है। ഈ ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടാണ്, ഏത് ആന്തരികമോ ബാഹ്യവുമായ അവയവങ്ങൾ കൊണ്ടാണ് നമ്മളിൽ പാപം ചെയ്യാനിടയാകുന്നതോ ആ പാപം ചെയ്യാതിരിക്കാൻ ഈ ശരീരത്തെ മൊത്തമായി നമ്മൾ ക്രൂശിക്കണമെന്നർത്ഥം. ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. हमारे शरीर के अंदर हो, भीतर हो, बाहर हो, कौन से भी अंग से अगर हम पाप करते हो तो उस अंग को क्रूस पर चढ़ा देना। सरलता से कहो तो हमारे पूरे शरीर को सलीब पर चढ़ा लेना, यही बात है। ക്രൂശിക്കപ്പെട്ടാൽ മാത്രം പോരാ, ആ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. और केवल सलीब पे चढ़ाए इतना ही नहीं, लेकिन सलीब पर मरने के लिए हम अपने आप को दे दें। നമ്മളെ ക്രൂശിക്കുവാൻ നമ്മളെ കൊണ്ട് തന്നെ സാധ്യമല്ലല്ലോ. और हम अपने आप को तो क्रूस पे चढ़ा नहीं सकते। ആമേൻ. ഇതിന് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. इसके लिए दूसरा व्यक्ति का मदद जरूरी है। ഈ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തയോടെ സഹായിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. और इसमें हमें विश्वास योग्यता से मदद करने वाला एक ही व्यक्ति है, वो हमारी पवित्र आत्मा है। ആമേൻ. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായി മരിപ്പിക്കുവാനായിട്ട്. और इसीलिए पवित्र आत्मा के हाथों में हमें पूर्ण रूप से, पूर्ण हाथ से सब सौंप देना, ताकि हम हमारी पुराना मनुष्यत्व पूर्णता से मर जाए। ആമേൻ. ഇനി പറയട്ടെ, ഇതൊരു ആത്മീയ അനുഭവമാണ്. ആരും അക്ഷരാർത്ഥത്തിൽ ഇവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിൽ മരിക്കുന്നില്ല. ഇതൊരു ആത്മീയ അനുഭവമാണ്. ये आत्मिक अनुभव है। जैसा यीशु मसीह को सलीब पर चढ़ाया गया वैसा प्रायोगिक रीति से क्रूस पर चढ़ने की कोई बात नहीं है। इसका ये आत्मिक तल है। ആകയാൽ എല്ലാ ദിവസവും ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ആ ക്രൂശിന്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ നടത്തുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ക്രൂശിക്കപ്പെട്ടവരെന്നും നാം മരിച്ചവരെന്നും നമ്മളെ തന്നെ എണ്ണുവാനിടയായി തീരെ. इसलिए हर रोज हमें अपने आप को परमेश्वर के हाथों में देना है, ताकि अपने आप को क्रूस पर चढ़ाया जाए, ताकि हम पाप ना करें और ऐसा परमेश्वर हमें वैसा ही गिन ले। ആമേൻ. 2-3 കാര്യങ്ങൾ കൂടെ 2-3 മിനിറ്റിനകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2-3 बातों को जल्दी से कहकर समाप्त करना चाहूंगा। ആമേൻ. അടുത്തതായിട്ട് നമുക്ക് തിരുവപ്രകാരം എന്ന കക്ഷതയുടെ ഒരു അനുഭവം ഉണ്ടാക്കി തരുന്ന സമയം എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മളെ കക്ഷതയിലൂടെ ദൈവം നടത്തി വിടുന്നത് ചില പുത്തൻ വെളിപ്പാടുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ നിന്ന്. और अगला जो परमेश्वर का इच्छा के अनुसार जो कष्ट हमारे जीवन में आता है, कई मर्तबा एक नया प्रकाशन हमें देने के लिए है। ആമേൻ. ഏറിയ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോയപ്പോഴാണ് പൗലോസ്ലീഹ പല ഉന്നതമായ അനുഭവങ്ങൾ ആത്മീയമായിട്ട് പ്രാപിക്കാനിടയായി തീർന്നത്. ऐसे बहुत ही बड़े कष्ट के द्वारा जब परखे गया, उस समय में पौलोस जो है बहुत ही अच्छे स्वप्न को देखा, प्रकाशन को देखा। 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ സമയമുള്ളപ്പോൾ എടുത്ത് വായിച്ചു കൊള്ളുക. 2 കൊരിന്ത്യർ 12-ന്റെ 1 മുതൽ. दूसरी कोरिन्थी 12 उसका 1 से लेकर जब समय मिले तो आप लोग पढ़ लेना। അവിടെ പൗലോസ് എന്ന് പറയുന്നില്ലെങ്കിലും പരോക്ഷമായി പത്രോസിന്റെ കാര്യം പൗലോസിന്റെ കാര്യം പരോക്ഷമായി തന്റെ കാര്യം ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നതാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. वहां पर पौलोस नहीं लिखा है, लेकिन मैं उम्मीद करता हूँ, विश्वास करता हूँ, जो पौलोस का नाम लेकर वहां पर इसको अंकित किया गया है। താൻ അവിടെ പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ മനുഷ്യൻ ഇന്നേക്ക് 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനിടയായി തീർന്നു. അവിടെ താൻ ചെന്ന് അനുഭവിച്ച അനുഭവം, ആ വ്യക്തി അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. അതിലൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ആമേൻ. മനുഷ്യർക്ക് ആർക്കും ഉച്ചരിക്കുവാൻ ഈ ഭൗതിക ലോകത്തെ അനുവാദമില്ലാത്ത നിലയിലുള്ള സ്വർഗീയ ഭാഷ അവിടെ സംസാരിക്കപ്പെടുന്നത് തനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. तो वहां पर ऐसा, वहां पर हम ये देखते हैं, मैं मसीह में एक मनुष्य को जानता हूँ, 14 वर्ष हुए है कि जाने दो ईसाई से वो जाने, दोहायरे परमेश्वर को जानता हूँ। ऐसा मनुष्य तीसरे स्वर्ग तक उठा लिया गया। मैं ऐसा मनुष्य को जानता हूँ, न जाने
देह सहित, और न जाने देह रहित परमेश्वर ही जानता है कि स्वर्ग लोक पर उठा लिया गया, और ऐसी बातें सुनी जो कहने की नहीं और जिनका मुंह पर लाना मनुष्य को उचित नहीं। അവിടെ 4-ാം വാക്യം മലയാളത്തിൽ വായിച്ചപ്പോൾ മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്നാണ്. वहां पर मलयालम में जो लिखा है वो ऐसा है जो मनुष्य मुंह में नहीं ला सकता और जो सुन नहीं सकता, ऐसी भाषा को उसने बोला। KJV അത് വായിക്കുന്നത് ഇങ്ങനെയാണ്, ആൻഡ് ഹേർഡ് unspeakable words which is not lawful for a man to utter. और वहां पर अंग्रेजी में ये लिखा है कि उसने ऐसी भाषा बोला जो मनुष्यों के लिए बोलना कानूनी गलत है। പറയുവാൻ അനുവാദമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ആമേൻ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വളരെ വിറയലോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അത് എനിക്ക് വളരെ ഭയപ്പാടുണ്ടാകുന്നു ഈ വാക്കുകൾ പറയുമ്പോൾ. അത് ആമേൻ, നാം ഈ ഭൂമിയിൽ ഒരു ദൈവഭക്തൻ പറയുന്ന അവന് പറയുവാൻ അനുവാദം കിട്ടിയിട്ട് അവൻ പറയുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിൽ നാം പറയുന്ന അന്യഭാഷകളെക്കാൾ ഉയർന്ന നിലവാരമുള്ള ഭാഷ സ്വർഗത്തിൽ പറയുന്നത് തനിക്ക് കേൾക്കാൻ വരെ കഴിഞ്ഞു എന്നാണ്. और मैं ये भाग जब कहता हूँ तो मुझे डर लगता है, मैं कांपता हूँ कि यहाँ पर ये उसकी सरलता में यही बात है। एक परमेश्वर का भक्त जो पवित्र आत्मा में पाकर जो अन्य भाषा को कहता है, उस अन्य भाषा से भी बढ़कर उससे भी महत्व रखने वाला स्वर्ग की भाषा को उसने सुना। ആ ഒരു അനുഭവത്തിൽ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു, പർദീസ വരെ എടുക്കപ്പെട്ട് താൻ ഈ ഉന്നതമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചുവെങ്കിൽ അത് പൗലോസ് അപ്പോസ്തലനാണെങ്കിൽ ഇതിന്റെ സന്ദർഭം ഏതായിരുന്നുവെന്ന് ഞാൻ ആരാഞ്ഞു നോക്കുവാനിടയായി തീർന്നു. और अगर मैंने सोचा ये ऐसा व्यक्ति जो तीसरे स्वर्ग तक उठा लिया गया, जो स्वर्ग लोक तक पहुंचा और जो शरीर में जिसको उठा लिया गया, ये व्यक्ति अगर पौलोस है तो ये कैसा संदर्भ में और कौन सी पृष्ठभूमि में ये हुआ। ഈ ദൂത് പറഞ്ഞു പൂർത്തീകരിക്കുമ്പോൾ വിവിധ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और ये जब यहाँ पर प्रचार किया जाएगा तो अलग अलग चुनौतियों से गुजरते हुए मसीह लोगों को परमेश्वर बलवंत करे। ആ സന്ദർഭം ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ ഏതാണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ദൈവമക്കൾ പഠിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 14 verse 19. प्रेरितों का काम 14 उसका 19 को जब आप पढ़ते हैं तो इसकी पृष्ठभूमि हमें पता चलेगा। തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതാ ഒരു കൂട്ടം ആളുകൾ വന്ന് തന്നെ അതെ ഉപദ്രവിച്ച് ആ ഉപദ്രവത്തിൽ താൻ മരിച്ചു എന്ന് കണ്ട് അവർ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ അന്ത്യോക്യയിലും ഇക്കോനിയിലും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് എഴച്ചു കളഞ്ഞു എന്നോട് വായിക്കുന്നു. और वहां पर जो अनुभव जो पौलोस के साथ होता है वो सुसमाचार के सेवकाई के कारण जो होता है, वो प्रेरितों का काम जो 14 उसका 19 में ऐसा लिखा है, परंतु कितने यहूदियों ने अंतियोकियों में और इकोनियों में से आकर लोगों को अपनी ओर कर लिया और पौलोस को पत्रवा किया और मरा समझकर उसे नगर के बाहर घसीट कर ले गए। എന്നാൽ സാധുക്കളായ തന്റെ കൂട്ടു സഹോദരന്മാര് ആ മാന്യ ദൈവദാസന്റെ ചുറ്റും നിന്നുകൊണ്ട് ആ ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നു. लेकिन उसके कुछ चेले जो प्रभु के दास लोग थे वो उस शरीर के उधर इर्द गिर्द बैठकर प्रार्थना करने लगे। ആ സമയത്ത് താൻ ഇതാ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീരുന്നു. और उस समय में वहां पर वो जीवित होकर उठता है। ഞാൻ എന്റെ ഒരു അനുമാനം, എന്റെ ഒരു വിശ്വാസം, എന്റെ വ്യക്തിപരമായ വിശ്വാസം, ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ താന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുകയായിരുന്നു. मेरा एक व्यक्तिगत विश्वास यह है, ऐसा अनुभव में पौलोस जो है तीसरे स्वर्ग तक उठा लिया गया। തല്ലിക്കൊന്ന് കാനെ തള്ളുമെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ അനുഭവത്തിൽ കൂടെ ദൈവദാസൻ കടന്നുപോയി. वहाँ हम लोग ने कई बार सुना है, मारकर किसी गटर में डाल दिया। यहाँ पर वैसा अनुभव के द्वारा एक प्रभु का दास गुजरा है। അങ്ങനെ തല്ലിക്കൊന്ന് കാനെ തള്ളുമെന്ന് പറയുന്നത് പോലെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ദേവദാസൻ ഒരു സ്വർഗീയമായ അനുഭവം പ്രാപിക്കുകയായിരുന്നു. ऐसे मार कूट कर गटर में डाला गया व्यक्ति, ऐसा अनुभव से जब एक प्रभु का दास गुजरता है तो वो स्वर्ग की प्रकाशन को देखता है। യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ ഇരിക്കുന്ന ജനത്തിന് തിമിരം നിൽക്കുകയില്ല. यशायाह नबी की किताब में ऐसा लिखा है कि जो कष्ट में लोग है उसके लिए तीर्व नहीं होगा।
നമ്മൾ കടന്നു പോകുന്ന ചില പ്രത്യേക കഷ്ടതകൾ നമുക്ക് ചില പുത്തൻ ദർശനങ്ങളും പുത്തൻ കാഴ്ചപ്പാടുകളും പുത്തൻ ആത്മീയ അനുഭവങ്ങളും പ്രാപിക്കുവാൻ ദൈവം ഒരുക്കുന്ന നിമിത്തങ്ങളായി നമ്മൾ അതിനെ മനസ്സിലാക്കി അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. और जब ऐसे अनुभवी अन्य कष्टों के द्वारा जब हम गुजरते हैं तो ऐसा एक नया अनुभव देने के लिए परमेश्वर हमारे लिए एक जरिया बना रहा है. ऐसा हमको इसको विश्वास करना है, उस कष्ट को ऐसा अनुभव करना है. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ആ പത്മോസ് ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന് ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ആ സ്വർഗീയ പുസ്തകം നമുക്ക് കിട്ടുവാനിടയായി തീർന്നത്. प्रेरित यूहन्ना के बारे में जब हम देखते हैं वहां पर हम ये देखते हैं पतमोस में उसको निष्कर्षित किया गया और इसलिए हमें आज प्रकाशित वाक्य मिला. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാപീഡയിലൂടെ കാൽവരി ക്രൂശിലെ മരിക്കുവാനിടയായതുകൊണ്ടാണ് ഇന്ന് നാം ഈ ആത്മീയ അനുഭവം പ്രാപിക്കുവാനിടയായി തീർന്നത്. हमारा प्रिय यीशु मसीह धन्य मसीह क्योंकि उस सलीब के अनुभव को सह लिया इसलिए हमें एक ऐसा मौका मिला है. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് പ്രസ്താവിക്കും കർത്താവിൽ പറയാതെ ദൈവങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ കഷ്ടതകളെ നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. और ऐसे कई बातों को मसीह लोगों को बताना है, लेकिन इन बात को कहकर यहाँ पर समाप्त करना चाहूंगा और संक्षेप में ये कहना चाहूंगा हमारे कष्ट के अनुभवों को हमें व्यर्थ नहीं करना है. ക്രിസ്തുവേശിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു അനുഭവം കൃപയാൽ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചില കഷ്ടങ്ങൾ കൂടെ നമ്മൾ കടന്നു പോയാലും അതിന് ദൈവത്തെ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. यीशु मसीह के दया से हो सकता है पवित्र जीवन हम बिताते हो, लेकिन उसके बीच में अगर कष्ट का अनुभव भी होता है तो परमेश्वर की नियुक्ति और उसके उद्देश्य के अनुसार वो कष्ट हमारे जीवन में आता है. ചിലപ്പോൾ 10,000 പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അനുഭവമായിരിക്കാം നമുക്ക് വന്നതെന്ന് വെച്ചും നാം ദൈവത്തെ സംശയിക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യല്ലേ, ദൈവമാകെ പിറുപിറുക്കാനിടയാകരുത്, ദൈവത്തെ സംശയിക്കരുത്. നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിനാൽ ഒന്നിനാലും നിന്നോടുള്ള ഇപ്പോഴുള്ള എന്റെ സ്നേഹം ഒട്ടും കുറയുവാനിട വരുതേ എന്ന് പ്രാർത്ഥിക്കണം. हो सकता है 10,000 में से जो एक को होता है ऐसी अवस्था आपकी हो, लेकिन ऐसे संदर्भ में भी परमेश्वर के सामने कुड़कुड़ाना नहीं, परमेश्वर के सामने शिकायत नहीं करना, सवाल नहीं करना और कोई भी बात से डरना भी नहीं, लेकिन उसके एवज में हमें ऐसा प्रार्थना करना है कि वो परमेश्वर इस भी हाल में कोई भी हाल क्यों ना हो, लेकिन आपका प्रेम मेरे अंदर से ना जाने पाए. ആമേൻ. ആകയാൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്. और वहां पर उस कष्ट के अनुभव में स्थिर खड़े होने के लिए, दृढ़ खड़े होने के लिए परमेश्वर के अनुग्रह को हमको प्रार्थना में मांगना है. എങ്കിൽ കൊള്ളാവുന്നവരോ നമ്മൾ തെളിഞ്ഞു വന്നതിന് ശേഷം ഈ നിലവാരത്തോടെ കടന്നുപോയ ഭക്തന്മാർക്ക് ലഭിച്ചതുപോലെ നാളെ ലഭിക്കാൻ പോകുന്ന പോലെയ ആ ജീവകിരീടം പ്രാപിക്കുവാൻ നമുക്ക് അത് സംഗതിയാക്കും. और ऐसे परीक्षा में परखे जाने के बाद जब हम जयवंत होकर बाहर निकलेंगे तो जैसे भक्तों को मिला था बिल्कुल वैसे आने वाले समय में वो मुकुट हम लोग भी पाएंगे. കഷ്ടതയിലൂടെ തികവ് പ്രൂഫ് ചെയ്തുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് എത്തിച്ചേർന്ന കർത്താവിനോട് ചേർന്നിരിപ്പാൻ നമുക്ക് യോഗ്യതയുള്ളവരാക്കി തീരും. और कष्ट के द्वारा अपनी योग्यता को साबित जिसने किया वो यीशु मसीह जो पिता के दाएं ओर बैठा है उसके साथ हम जाकर बैठ पाएंगे. ആമേൻ. ആകയാൽ അതെ മനസാക്ഷിയിൽ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ ജീവിക്കുന്ന ഒരു ബോധ്യമുള്ളപ്പോൾ തന്നെ ചില പ്രയാസത്തിലൂടെയോ പ്രതികൂലങ്ങളിൽ കൂടെയോ കക്ഷലിലൂടെ കടന്നുപോയാൽ ആമേൻ കർത്താവേ ഇത് ഏത് കാര്യനിമിത്തമാണ് ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടമെന്ന് നമ്മൾ അവിടെ നിരീക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. और इसलिए हमारे विवेक में, हमारे मन सोच विचार में कोई भी पाप हमने न किया हो, उसके बावजूद अगर कोई भी कष्ट का अनुभव हम सामना करते हो तो हमें परमेश्वर से प्रार्थना करना है कि ओ मसीह ये क्यों मेरे जीवन में है, इस बात को जांचते परखते हुए ऐसा निरीक्षण से हमको प्रार्थना करना है. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം അങ്ങനെ ഹൃദയംഗമായ ദൈവിക കൂട്ടായ്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അതിന്റെ ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്തി കൊടുക്കുകയും നാം അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായ ആലോചന പറയുകയും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപയും അവിടെ നിന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യുവാനിടയായി തീരും. मेरी भेड़ी मेरी आवाज सुनते हैं, ऐसा जो यीशु मसीह ने कहा बिल्कुल वैसे ही दिल लगाकर सच्चाई के साथ, विश्वास योग्यता के साथ जब हमारी परिस्थितियों के बीच में हम प्रार्थना करेंगे तो वो उसका उद्देश्य क्या है और उसमें कैसी प्रतिक्रिया देना है ये पवित्र आत्मा हमें उसका आलोचना देकर हमें चलाएगा. ആമേൻ. ആകയാൽ നമ്മുടെ ദൈവമക്കളായ നമ്മൾക്കുണ്ടാകുന്ന പ്രതികൂലങ്ങൾ യാദൃശികമല്ല, അത് പിശാചിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, അത് ദൈവഹിത പ്രകാരമുള്ള ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക.
और इसलिए हमारे जीवन में जो कष्ट का अनुभव होता है वो शैतान हमारे जीवन में लाया नहीं है। उसके एवज में ऐसा समझना वो परमेश्वर के अनुमति के साथ परमेश्वर ने हमारे जीवन में नियुक्त किया हुआ बात है। അത് നമ്മളിലൂടെ ദൈവനാമം മഹത്വമെടുക്കുവാനും നമ്മുടെ തേജസ്കരണത്തിന് അത് പ്രയോജനമായി തീരുവാനും ദൈവം സംഗതിയാക്കുകയാണ്. और वो हमारे द्वारा परमेश्वर का नाम का महिमा होने के लिए और हमारा जो तेजस्करण जो बदलावट जो होना है हम जो महिमा में तब्दील होने के लिए हमारे लिए वो एक ऐसा मुहांतर बना रहा है। ആമേൻ. ആമേൻ. ദൈവസഭയുടെ ആദ്യകാലം ജീവിച്ച ഭക്തന്മാർ ഇങ്ങനെയുള്ള കഷ്ടതയുടെ മർമ്മം ഗ്രഹിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളെ കുറിച്ച് അവർ പറഞ്ഞ പേര് ആമേൻ ഇത് തങ്ക കഷ്ടമെന്നാണ് അവർ പറഞ്ഞത്. और परमेश्वर के नाम में जो पुराने जो भुक्त लोग थे, जो पुराने लोग थे, उन्होंने ऐसे कष्ट में जो अनुभव किया, इसको समझने के बाद उन लोगों ने उसको नाम दिया ये सोने का कष्ट है। ആമേൻ. പൗലോസ് പറഞ്ഞ വാക്കുകൂടെ പറഞ്ഞു നിർത്തട്ടെ. ഇവയ്ക്ക് ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. प्रेरित पौलुस ने जो कहा उसको कहकर मैं अपने प्रवचन को या बंद करना समाप्त करना चाहूंगा। इसमें से कुछ भी परमेश्वर के प्रेम से मुझे अलग नहीं कर सकता। ऐसा मैं परमेश्वर में दृढ़ होता हूँ, भरोसा करता हूँ। ആമേൻ. ദൈവമായ കർത്താവിനോട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകൾ ചെയ്തിരിക്കുന്നു. ദൈവനെ വിളിച്ചാൽ അടുത്ത പകലിൽ നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് അല്പ കാര്യങ്ങളോട് ധ്യാനിക്കാം. परमेश्वर की कृपा से आप लोगों के वचन में इस वचन में प्रभु आप लोगों को आशीष दे और आने वाले दिन में अगले दिन में इसका बाकी हम लोग फिर उस पर मगन करेंगे। ഒരിക്കൽ കൂടെ കർത്താവിനുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. और एक बार परमेश्वर के नाम में मेरा सलाम, सभी को धन्यवाद।